വെൽക്കം എവ്രി വൺ. നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് എടുത്തിട്ട് വി ആർ ബാക്ക്. ഈ ഒരു ഭാഗം നമ്മൾ കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾ അതിൻ്റെ വെളിപാടിൻ്റെ 5 അധ്യായങ്ങൾ നമ്മൾ കവർ ചെയ്തു അല്ലേ. 5 അധ്യായങ്ങൾ നമ്മൾ കവർ ചെയ്ത് പോയി. നമ്മൾ ഇന്ന് വെളിപാടിൻ്റെ 6-ാം അധ്യായത്തിലേക്കാണ് നമ്മൾ ഇന്ന് കയറാൻ പോകുന്നത്. ഈ വെളിപാടിൻ്റെ 6-ാം അധ്യായം വളരെ ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു ഭാഗമാണ്. വളരെയേറെ കാര്യങ്ങൾ, അതായത് കഥയിൽ ഒത്തിരി ട്വിസ്റ്റുകളും കഥയിൽ അതിൻ്റെ വേഗത പെട്ടെന്ന് കൂടുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. അതിൻ്റെ ഇവൻറ്റ്സ് വളരെ പെട്ടെന്നാണ് ഇനി മുന്നോട്ട് പോകുന്നത്. അതിൽ ഓരോ കാര്യങ്ങളിലും ഓരോ ഇവൻറ്റിലും ഓരോ ചില്ലറ കാര്യങ്ങളല്ല ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നതെല്ലാം. എല്ലാം വളരെ ഇൻട്രസ്റ്റിങ്ങും മുമ്പുള്ളതും ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ തന്നെയും ഇനി അങ്ങോട്ടുള്ളത് എല്ലാം വളരെ വേഗതയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് നടക്കാൻ പോകുന്നത്. അപ്പം ഇതുവരെ ഉണ്ടായിരുന്ന യോഹന്നാൻ്റെ ഈ വെളിപാടിൽ നമ്മൾ കണ്ടത് 3 കാര്യങ്ങൾ എഴുതാനാണ് ആക്ച്വലി ദൈവത്തിൻ്റെ ആത്മാവ് യോഹന്നാനോട് പറഞ്ഞത്. അതായത് അപ്പോസ്തലനായ യോഹന്നാനോട് നമ്മുടെ വെളിപാടിൻ്റെ 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാൻ ഇരിക്കുന്നതും. അത് 3 കാര്യങ്ങളാണ്. അതായത് നീ കണ്ടത്, ഇപ്പൊ കണ്ടത് എന്തുവാ? ആ ദൈവപുത്രനെ കണ്ടത്, ആത്മാവിൽ നിൽക്കുന്ന ദൈവപുത്രനെ കണ്ടത് എഴുതാൻ. നീ കണ്ടത്, അതാണ് യോഹന്നാൻ കണ്ടത്. ഇപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞാൽ ആ 7 സഭകളെ കുറിച്ചാണ്. ആ 7 സഭകളാണ് ഇപ്പോൾ ഉള്ളത്. ഇനി സംഭവിപ്പാൻ ഇരിക്കുന്നതും അതാണ്. നമ്മൾ കണ്ടത് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് ആ 7 സഭകളെ കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഇനി സംഭവിപ്പാൻ ഇരിക്കുന്നതാണ്. അപ്പൊ ഈ സംഭവിപ്പാൻ ഇരിക്കുന്ന കാര്യങ്ങളാണ് ഈ 6-ാം അധ്യായം മുതൽ. ഈ ഡ്രം ബീറ്റ് അതായത് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടെങ്കിൽ പതുക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാറുന്ന ഒരു സമയമാണ്. കാരണം 5-ാം അധ്യായത്തിൽ നമ്മൾ ആരാധനയിൽ മുഴങ്ങി അല്ലെ. സ്വർഗത്തിലും എല്ലാ തലങ്ങളിലും ആ രാജാവിനെ ആരാധിക്കുന്ന ഒരു സീൻ നമ്മൾ കണ്ടു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലവട്ടം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, യോഹന്നാൻ സ്വപ്നം കാണുകയല്ല, യോഹന്നാനെ ഒരു കാഹളനാദത്തോടെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അതായത് നമ്മൾ ഓരോരുത്തരെയും ദൈവമക്കളെയും ഒരു കാഹളനാദം ഊതി നമ്മളെ എങ്ങനെ കൊണ്ടുപോകുമോ ഏകദേശം അതേ രീതിയിൽ തന്നെയാണ് യോഹന്നാൻ ഒരു കാഹളനാദത്തോടെ സ്വർഗങ്ങളിലേക്ക് എടുക്കുകയാണ്. അതായത് ഇത് എവിടെയാണോ നടക്കുന്നത് അവിടെ യോഹന്നാനെ കൊണ്ടുപോയിരിക്കുകയാണ്. യോഹന്നാൻ അവിടെ നിന്നുകൊണ്ട് കണ്ട്, അതായത് ലൈവ് റിപ്പോർട്ടിംഗ് എന്ന് നമ്മൾ പറയത്തില്ലേ, ലൈവ് റിപ്പോർട്ടിംഗ് ആണ് ആക്ച്വലി യോഹന്നാൻ ചെയ്യുന്നത്. കണ്ടുകൊണ്ടാണ് പലതും എഴുതുന്നത്. പലപ്പോഴും ആ സംഭവിക്കുന്നത് കണ്ട് അന്താളിച്ച് നിൽക്കുന്ന യോഹന്നാനെ ദൂതന്മാർ തട്ടിയിട്ട് പറയുന്നുണ്ട് എഴുതാൻ. കാരണം എഴുതാൻ മറന്നു പോകുന്നുണ്ട്, അല്ലെങ്കിൽ അത്രത്തോളം ഭയാനകമായ കാര്യങ്ങൾ കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കുന്ന യോഹന്നാനോട് പലപ്പോഴും ദൂതന്മാർ ഓർമ്മിപ്പിക്കുന്നുണ്ട് അത് എഴുതുവാൻ വേണ്ടി. അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ഭാഗം ഏതാണ്? അതിലെ 6-ാം അധ്യായം. ഇതിലെ ഏറ്റവും സുപ്രധാനമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ 7 മുദ്രകൾ തുറക്കുന്ന ഒരു കാര്യമാണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ തൊട്ടുമുമ്പുള്ള ഒരു പാസേജിൽ നമ്മൾ കണ്ടു, കുഞ്ഞാടിന്റെ ദ ലാംബ് ഓഫ് ഗോഡ്. ആ കുഞ്ഞാടിനെ ആരാധിക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു. കാരണം ആ കുഞ്ഞാട് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ നിന്ന് ഒരു ചുരുളെടുത്തിട്ട് ആ ചുരുളെടുക്കാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ആരാധിക്കുവാനാണ്. ആ ചുരുളാണ് 7 മുദ്ര ഇട്ട് അടച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഓരോ മുദ്രകളും തുറക്കുമ്പോൾ ഇനി നടക്കുവാൻ പോകുന്ന കാര്യങ്ങളാണ് യോഹന്നാനെ ഇനി കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് അതിലേക്ക് കയറാം. അപ്പൊ ഇതില് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ആ ഭാഗങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് 4 കുതിരകളെ കുറിച്ചാണ് ഈ ഭാഗങ്ങളിൽ പറയുന്നത്. അതായത് 7 മുദ്രകളിൽ അതിൽ 4 കുതിരകളാണ്. അത് കഴിഞ്ഞ് ബാക്കി 3 വേറൊരു ഭാഗത്താണ്. അപ്പൊ ഈ 4 കുതിരകളെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന 4 ഉഗ്രജീവികളാണ്. നമ്മൾ ഈ ഉഗ്രജീവികളെ കുറിച്ച് പഠിച്ചു അല്ലെ. അതായത് 4 മുഖമുള്ള 6 ചിറകുള്ള ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ദൈവത്തിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരുമാതിരി ബോഡി ഗാർഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം, അതേപോലെ നിൽക്കുന്ന ഉഗ്രജീവികൾ ഉണ്ടായിരുന്നു. ആ ഉഗ്രജീവികളാണ് യോഹന്നാന് ഈ 4 കുതിരകളെയും ആ കുതിരകളിൽ ഇരിക്കുന്ന റൈഡറിനെ അല്ലെ, അത് ഓടിക്കുന്ന വ്യക്തിയെയും പരിചയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുന്നത്
ആ 4 ഉഗ്ര ജീവികളാണ്. അപ്പൊ ഇത് ഭയാനകമായ കാര്യങ്ങൾ. നമുക്കിത് വളരെ ഈസി ആയിട്ട് പറഞ്ഞു പോകുമ്പോഴും യോഹന്നാൻ ഇത് എങ്ങനെ കണ്ടു, എങ്ങനെ എഴുതി, ആ കണ്ടതൊക്കെ എങ്ങനെ ആ തൂലികയിലോട്ട് വന്ന് അത് എഴുതി എന്നുള്ളതൊക്കെ വളരെ അതിശയകരമാണ്. ദൈവത്തിന്റെ ആത്മാവ് തീർച്ചയായും അതിനുള്ള പരിജ്ഞാനവും ശക്തിയും യോഹന്നാന് കൊടുത്തിട്ടുണ്ട്. അതിമനോഹരവും അതിഭയാനകമായ സംഭവങ്ങളാണ്. കാരണം അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇതിൽ മെയിനായിട്ട് 4 കുതിരകളുണ്ട്. വളരെ ഓർക്കാൻ എളുപ്പമാണ്. അതിൽ 4 തരത്തിലുള്ള കുതിരയാണ്. 1 ഒരു വെളുത്ത കുതിര, 2 ഒരു ചുവന്ന കുതിര, 3 ഒരു കറുത്ത കുതിര, 4 മലയാളത്തിൽ അത് മഞ്ഞ കുതിര എന്നൊക്കെയാണ്, ഇംഗ്ലീഷിൽ പെയിൽ ഹോസ്. അതായത് മരണം വന്നാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെ ഉള്ള ഒരു കുതിരയാണ് പെയിൽ ഹോസ് എന്നാണ് പറയുന്നത്. മലയാളത്തിൽ പല വേർഷനിൽ മഞ്ഞ കുതിര എന്നൊക്കെ കണ്ടു. മഞ്ഞ എന്ന് പറയുമ്പോൾ ഹായ് നല്ല മഞ്ഞ എന്നുള്ളതല്ല, മരണം കയറി ഇരിക്കുന്ന ഒരു മരണം എങ്ങനെ നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന്റെ പാലർ അല്ലെങ്കിൽ അത് മാറും അല്ലെ. അപ്പൊ നമുക്ക് അറിയാം ഒരു വെളുത്ത് നിൽക്കുന്ന ഒരു അവസ്ഥ, ആ വിളർച്ചയാണ്, ആ വിളർച്ച വന്ന ഒരു കുതിരയാണ് ഈ മഞ്ഞ കുതിര എന്നിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് റിമെമ്പർ, അതൊരു പെയിൽ ഹോസ് ആണ്. അപ്പൊ 4 കുതിരയുണ്ട്. ഈ 4 കുതിരയിൽ ഇരിക്കുന്ന വ്യക്തികളെ കുറിച്ചും പറയുന്നുണ്ട്. അതില് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് 4ാമത്തെ കുതിരയിൽ, അതായത് വെളുത്തിരിക്കുന്ന ഈ മരണം പോയിലിരിക്കുന്ന കുതിരയുടെ ഓടിക്കുന്ന ആളെ മാത്രമാണ് പേര് വെച്ച് പറയുന്നത്. ബാക്കിയെല്ലാം ആ ഇരിക്കുന്ന ആൾക്ക് എന്താണ് കയ്യിലുള്ളത്, എന്താണ് കൊടുത്തിരിക്കുന്നത് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിലേക്ക് ഒന്ന് കടക്കാം. നമുക്കൊന്ന് വായിച്ചിട്ട് വേറെ കുറച്ച് ഭാഗങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് വെളിപാടിന്റെ 6-ാം അധ്യായം അതിന്റെ 1 മുതൽ വായിക്കാം. കുഞ്ഞാട് മുദ്രകളിൽ 1 പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ 1 ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പൊ വളരെ ജെന്റിലായിട്ടല്ല യോഹന്നാനോട് പറയുന്നത്. ഈ ഉഗ്രജീവികൾ വളരെ ഉഗ്ര പവറുള്ള ജീവികൾ തന്നെയാണ്. അവർ സംസാരിക്കുമ്പോൾ വളരെ ജെന്റിലായിട്ടൊന്നുമല്ല സംസാരിക്കുന്നത്. അവരുടെ ഓരോ സംസാരം ഒരു മുഴക്കം പോലെയാണ്. ഈ മുഴക്കം കേട്ട് തന്നെ കിടുങ്ങിയിരിക്കുവാണ് യോഹന്നാനോട് പറയാ നീ വരിക, ഒരു കാര്യം കാണിച്ചു തരാനുണ്ട്, അതുകൊണ്ട് നീ വരിക എന്ന 4 ജീവികളിൽ 1. അപ്പൊ ഇവർ ഓരോരുത്തരും ടേൺ എടുത്താണ് ഓരോ റൈഡറിനെയും അല്ലെങ്കിൽ ഓരോ കുതിരയും ആ റൈഡറിനെയും കുതിരയും കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു വെള്ള കുതിരയെ കണ്ടു. അപ്പൊ പിന്നെ ഇനി യോഹന്നാൻ കാണും. അപ്പൊ വീണ്ടും ഞാൻ പറയാണ്, യോഹന്നാനെ ആ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് യോഹന്നാനെ കാണിക്കണം. അല്ലാതെ യോഹന്നാൻ സ്വപ്നത്തിൽ ഇരുന്നു കൊണ്ട് കാണുന്നതല്ല. യോഹന്നാൻ ആ ഭാഗത്ത് ആത്മാവിൽ കൊണ്ടുപോയത്. എങ്ങനെയാണ് ആ തലങ്ങളിൽ കൊണ്ടുപോയത് ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ കഴിയുള്ളൂ. പക്ഷേ ഹീസ് ബീങ് ട്രാൻസ്പോർട്ടഡ് ടു ദാറ്റ് പ്ലേസ്. ഓക്കെ. അപ്പോൾ ഞാൻ ഒരു വെള്ള കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവന് ഒരു കിരീടവും ലഭിച്ചു. അവന് ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. അപ്പം ഈ കുതിരയുടെ മേൽ ഇരിക്കുന്ന ആൾക്ക് 2 കാര്യങ്ങളുണ്ട്. 1 ഒരു വില്ല്, ഒരു ബോ അനാരൊന്നും അല്ല, ഒരു വില്ലുണ്ട്. 2ാമത് ഒരു കിരീടവും ലഭിച്ചു. ഈ കിരീടം ലഭിച്ചതുകൊണ്ട്, ഈ കിരീടം ഇരിക്കുന്നതുകൊണ്ട് പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു ഭാഗം ഇത് യേശു ക്രിസ്തു എന്ന ഭാഗമാണ്. കാരണം പലയിടത്തും ഈ വെള്ളക്കുതിരയിൽ വരുന്നവൻ യേശു ക്രിസ്തു എന്ന് അറിഞ്ഞുകൊണ്ട് പലരും വിചാരിക്കുന്ന ഈ ഭാഗം, കാരണം കിരീടമുണ്ട് വില്ലുണ്ടെന്ന് കണ്ടു കഴിയുമ്പോൾ വെള്ളക്കുതിരയിൽ നിന്ന് വരുമ്പോൾ അവർ ഉറപ്പിക്കും ഇത് യേശു ക്രിസ്തുവാണ്. ഇത് യേശു ക്രിസ്തു അല്ല. കാരണം ബാക്കിയുള്ള യേശു ക്രിസ്തുവിന്റെ കമ്പനി എന്ന് പറയുന്ന വേറെ ഈ യേശു ക്രിസ്തു ആണെങ്കിൽ അതിന്റെ ബാക്കിയുള്ള 3 കമ്പനി വായിച്ചു നോക്കുക, നമുക്ക് മനസ്സിലാവും ഇത് യേശു ക്രിസ്തു അല്ല. ഇത് യേശു ക്രിസ്തു അല്ല, ഇത് ദൈവത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ യേശു ക്രിസ്തു അയക്കുന്ന ഒരു കുതിരയിലെ ഒരു റൈഡറാണ്, അല്ലാതെ യേശു ക്രിസ്തു അല്ലാതെ വെള്ള കുതിരയാന്ന് വിചാരിച്ച് അത് തെറ്റിദ്ധരിക്കരുത്. ഇത് എതിർ ക്രിസ്തുവിനോടാണ് കൂടുതലും ചേർന്നിരിക്കുന്നത്, യേശു ക്രിസ്തുവിനോടല്ല. പക്ഷേ ഇത് കൊടുത്തിരിക്കുന്ന ആരാ? അവന് ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്, ഒരു കിരീടം. ഈ കിരീടം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ ക്രൗൺ എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾ പറയും ക്രിസ്തുവിന് ക്രൗൺ ഉണ്ടല്ലോ. ക്രിസ്തുവിനുള്ള ക്രൗണിന്റെ ഗ്രീക്ക് പദം ഡയഡെമ എന്നാണ്, ഡയഡെമ. എന്നാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ക്രൗണിന്റെ പേര് സ്റ്റെഫാനോസ് എന്നാണ്. നമുക്ക് ഓർക്കാൻ എളുപ്പമാണ്. സ്റ്റെഫാനോസിനെ നമുക്കറിയാം. അപ്പൊ സ്റ്റെഫാനോസ് തന്നെയാണ് ഗ്രീക്ക് പദം. അതായത് ദ വിക്ടേഴ്സ് ക്രൗൺ എന്ന് പറയുന്നത് ജയിച്ചു വരുന്നവന് കൊടുക്കുന്ന ഒരു കിരീടമാണ് ഇവിടെ പറയുന്നത്. യേശുക്രിസ്തുവിന്റെ കിരീടം ജയിച്ചു വരുന്നവന്റെ കിരീടമല്ല, അതൊരു രാജാവിന്റെ കിരീടമാണ്, ഡയഡമ. മനസ്സിലായോ? അപ്പൊ ഈ കിരീടത്തിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ കുതിരയിൽ ഇരിക്കുന്ന വ്യക്തി യേശു ക്രിസ്തു അല്ല.
പക്ഷേ ഈ വ്യക്തിക്ക് ഈ കുതിരയിൽ നിൽക്കുന്ന ഈ ഒരു ബീങ്ങിന് ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്, ഒരു കിരീടം. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പലതും ജയിക്കാനുണ്ട്, ജയിപ്പാനായും പുറപ്പെട്ടു. അപ്പൊ പലതിന്മേൽ ജയം കൈവരിക്കും ഈ വെള്ളക്കുതിരയിൽ ഇരിക്കുന്നവൻ. അതാണ് ആദ്യത്തെ മുദ്ര പൊട്ടുമ്പോൾ നടക്കുന്നത്. രണ്ടാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന രണ്ടാം ജീവി, നേരത്തെ ജീവിയല്ല, ഇത് രണ്ടാം ജീവിയാണ്. രണ്ടാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അപ്പൊ ഇപ്പോൾ ഉള്ള രണ്ടാമത്തെ കുതിര ഏതാ? ചുവന്ന ഒരു കുതിരയാണ്. അതിന്റെ പുറത്ത് ഇരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയുന്നതിന് അധികാരം ലഭിച്ചു. അപ്പൊ അവനൊരു അധികാരം കൊടുത്തിട്ടുണ്ട്. എന്താണ് അധികാരം? അതായത് ഭൂമിയിലുള്ള സമാധാനം എടുത്തു കളയുവാനുള്ള ഒരു അധികാരമാണ്. ഈ സമാധാനം എടുത്തു കളയുമ്പോൾ മനുഷ്യർ അന്യോന്യം കൊല്ലാൻ തുടങ്ങും. നമ്മുടെ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ തന്നെ നമുക്കറിയാം, അത് പതുക്കെ പോയി തുടങ്ങി, അല്ലെ? മനുഷ്യരോട് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു ടോളറൻസ് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ നാട്ടിലെ പല ന്യൂസുകൾ വായിക്കുമ്പോഴും എനിക്ക് ഭയങ്കര അതിശയം തോന്നാറുണ്ട്. ബീഫ് ഫ്രൈ കിട്ടാത്തതിനെ തല്ലിക്കൊല്ലുക, അങ്ങനത്തെ ബീഫിന്റെ കൂടെ കറി കൊടുക്കാത്തതിനെ തല്ലി അടിക്കുക. അതായത് അന്യോന്യം സ്നേഹം എന്നുള്ള കാര്യം പോയിട്ട്, ടോളറൻസ് പോയിട്ട് ആ സമാധാനം നഷ്ടപ്പെട്ടു തുടങ്ങി. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ സമൂഹത്തിലും ലോകത്തിന്റെ പല ഭാഗത്തും ആ സമാധാനം പതുക്കെ നഷ്ടപ്പെട്ടു തുടങ്ങി. പക്ഷേ ഇവിടെ നടക്കുന്ന ഇന്റൻസിറ്റി വേറൊരു ഇന്റൻസിറ്റിയാണ്. അത് വളരെ ഭയാനകമായ കാര്യങ്ങളാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയും. അതൊരു ഗ്ലോബൽ ഇവന്റ് പോലെ നടക്കുകയാണ്. പലയിടത്തും അതിശക്തമായ യുദ്ധങ്ങളും പോരാട്ടങ്ങളും നടക്കാനുള്ള സമയം. അപ്പൊ അതിനു വേണ്ടി ഒരു കാര്യം കൊടുത്തിട്ടുണ്ട് ഈ വ്യക്തിക്ക്. ഒരു വാള് കൊടുത്തിട്ടുണ്ട്, ഒരു വലിയ വാൾ അവന് കിട്ടി. ഈ വാള് കൊടുത്തത് എന്തിനാ? ഈ ഭൂമിയിലുള്ള സമാധാനം എടുത്തു കളയാൻ. ഈ സമാധാനം എടുത്തു കളയുമ്പോൾ മനുഷ്യരുമായിട്ട് അന്യോന്യം കൊല്ലാൻ തുടങ്ങും. അപ്പൊ ഈ ഓരോ മുദ്ര പൊട്ടിക്കുമ്പോഴും ഈ ഭയാനകമായ കാര്യങ്ങൾ ഭൂമിയിൽ നടക്കാൻ പോവുകയാണ്. ചില്ലറ സംഭവങ്ങളല്ല, മാസീവ് ഇവന്റ്സ് ആർ ഹാപ്പനിങ് ഓൺ എർത്ത്. അപ്പൊ ആദ്യത്തിൽ ജയിക്കുന്ന ഒരുവനാണ് ആ വെള്ളക്കുതിരയിൽ നിൽക്കുന്നത്. രണ്ടാമത് ചുവന്ന കുതിര എന്താ? രക്തപ്പുഴയാണ്, രക്തമാണ് അത് കാണിക്കുന്നത്. അപ്പൊ രക്തം ഒഴുകുന്ന ഒരു സമയമാണ്, അതുകൊണ്ടാണ് വാള്. അപ്പൊ ആദ്യത്തെ ആള് ജയിച്ച് മുന്നോട്ട് പോകുന്നു. രണ്ടാമത്തെ ആള് വരുന്ന കുതിര ചുമന്നതാണ്, രക്തം, അനേകർ മരിക്കും. ആ മരണത്തിൽ നിന്ന് രക്തപ്പുഴ ഒഴുകുന്നതിനാണ് ആ ചുവന്ന കുതിര. അതിനുവേണ്ടി ഒരു വാള്. ആദ്യത്തെ ആൾക്ക് എന്തുണ്ടായിരുന്നു? കയ്യിൽ ഒരു വില്ലുണ്ടായിരുന്നു, കിരീടം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ആളിനോ ഒരു വലിയ ആള്. നമുക്ക് മൂന്നാമത്തെ നോക്കാം. മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന മൂന്നാം ജീവി, കാരണം നേരത്തെ ആദ്യത്തെ ജീവി മാറി, രണ്ടാമത്തെ ജീവി മാറി, മൂന്നാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. അപ്പം ഈ കറുത്ത കുതിരയിൽ ഇരിക്കുന്ന ആൾക്ക് ഒരു പേര്, അല്ലെ നമുക്ക് തുലാസ് അറിയാം, അല്ലെ? നമ്മൾ പണ്ടൊക്കെ കടയിൽ പോകുമ്പോൾ, എനിക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ, ആ ത്രാസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇച്ചിരി ഡിജിറ്റലായി, പക്ഷെ പണ്ടൊക്കെ ത്രാസായിരുന്നു, അല്ലെ? അപ്പൊ അതുപോലെ ഒരു തുലാസുമായിട്ടാണ് ഈ കറുത്ത കുതിരയിൽ നിൽക്കുന്നത്. ഈ കറുത്ത കുതിര എന്ന് പറഞ്ഞാൽ ഫാമിൻ ആണ്. വലിയ ഈ ലോകം മൊത്തം ഒരു ഫാമിലിലേക്ക് കടക്കുന്ന വളരെ ഭക്ഷണത്തിനും എല്ലാ കാര്യത്തിനും വലിയൊരു കുറവ് വരാൻ പോവാണ്. അപ്പം ഈ മൂന്നാം മുദ്ര പൊട്ടിയപ്പോൾ വരിക എന്ന് മൂന്നാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം എന്ന് പറയുന്നത് ബാർലിയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേട് വരുത്തരുത് എന്ന 4 ജീവികളുടെ നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. അപ്പം വീറ്റ് എഫക്റ്റഡ് ആവും, അതായത് സാധാരണക്കാരന്റെ ആഹാരമായ വീറ്റ് എഫക്റ്റഡ് ആവും, ബാർലി എഫക്റ്റഡ് ആവും. ഇതിനൊക്കെ വളരെ വില കയറും. അതായത് സാധാരണ ഡേ ടു ഡേ കാര്യങ്ങൾക്ക് അതിന് വേണ്ടിയുള്ള ആഹാരത്തിന് വളരെയേറെ വില കയറും. ഈ ഒരു സമയത്ത് ദൈവത്തിന്റെ ജനം ഇല്ലാതിരിക്കട്ടെ. നമ്മുടെ ഒരു തിയോളജി അനുസരിച്ച് ദൈവത്തിന്റെ ജനം ഇവിടെ കാണില്ല ഈ സമയത്ത്. ഇത് ഉണ്ടെങ്കിൽ വളരെ പ്രയാസമുള്ള ഒരു സമയമാണിത്. അപ്പം അതായത് ചെറിയ ഒരു ദിവസം കഴിഞ്ഞുകൂടാൻ തന്നെ ബുദ്ധിമുട്ടും. അതായത് ഒരു മാസത്തെ, ഏകദേശം ഒരു കണക്ക് പറയുന്നത്, ഒരു മാസത്തെ ഒരാളുടെ ശമ്പളം പോരാ ഒരു നേരത്തെ ആഹാരം അല്ലെങ്കിൽ ഒരു ദിവസത്തെ ആഹാരം വാങ്ങിക്കാൻ. കുടുംബത്തിന് കൊടുക്കാൻ പോലും കാണില്ല. ആ രീതിയിലുള്ള ഒരു സമയമാണ് ഈ പറയുന്നത്. വളരെ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണ്. പക്ഷേ രണ്ട് കാര്യങ്ങൾ തുടരുത് എന്ന് പറയുന്നുണ്ട്. ഇത് നമുക്ക് പിന്നീട് വരാം, അത് കൂടുതൽ പഠിക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട്. അവിടെ പറയുന്നത് ഏതാണ്?
രണ്ട് കാര്യങ്ങൾ തുടർന്ന് പറയുന്നു. ഒന്ന്, എണ്ണയ്ക്കും വീഞ്ഞിനും കേട് വരുത്തരുത് എന്ന് പറയുന്നുണ്ട്. ഇതിന് തിയോളജിയൻസ് പല അഭിപ്രായങ്ങളുണ്ട്. അത് നമുക്ക് വരാം. ഇന്ന് അതിലെടുക്കാൻ പോയാൽ നമുക്ക് സമയം നഷ്ടപ്പെടും. എന്നാൽ നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. അപ്പൊ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരില്ല. പക്ഷേ സാധാരണ ഒരു ദൈനംദിന ജീവിതത്തിന് വേണ്ടിയുള്ള ഡേ ടു ഡേ സാധനങ്ങൾക്ക് വളരെ വളരെ വില കൂടും. അടുത്ത 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള, ഈ മഞ്ഞ നിറം ഞാൻ നേരത്തെ പറഞ്ഞത് വിളറി വെളുത്തതാണ്, മരണം കയറിയിരിക്കുകയാണ്, കുതിരയെ കണ്ടു, അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്ന് പേർ. അപ്പൊ ഇതുവരെയുള്ള ഓടിച്ചിരുന്ന 3 പേര്, ഈ കുതിര ഓടിക്കുന്ന ആൾക്കാരുടെ പേര് പറയുന്നില്ല. ഇവിടെ ആദ്യമായിട്ട് പേര് പറയുന്നുണ്ട്. അതിന്മേൽ ഇരിക്കുന്നവന്റെ മരണം എന്ന് പേർ, പാതാളം അവനെ പിന്തുടർന്നു. അത് വളരെ എനിക്ക് ലോജിക്കലാണ്. കാരണം ആദ്യത്തെ ഒരു ചുമന്ന കുതിര വന്നപ്പോൾ വളരെയേറെ രക്തപ്പുഴ ഒഴുകുമ്പോൾ യുദ്ധങ്ങളും സംഭവിക്കുകയാണ് അല്ലെ. യുദ്ധങ്ങൾ സംഭവിക്കുമ്പോൾ എന്താണ് വളരെ നാച്ചുറൽ ആയിട്ട് സാധാരണ സാധനങ്ങൾക്ക് വില കൂടും അല്ലെ. എല്ലാ സാധനത്തിനും വില കൂടും. വളരെ കാര്യങ്ങൾക്കെല്ലാം ഒരു ക്ഷാമം വരും. ഒരു വലിയ ക്ഷാമം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മരണം നടക്കും. വളരെ വലിയ സാധാരണക്കാരും സാധാരണ ജനവും വളരെ ബുദ്ധിമുട്ടിലും മരണം നടക്കും. അതുകൊണ്ട് തന്നെ അതിശയമില്ല, ഈ 2 കുതിരകൾ പോയി കഴിയുമ്പോൾ അടുത്ത വരേണ്ട കുതിര കറുത്ത അല്ലെങ്കിൽ ഈ മരണത്തിന്റെ കുതിര തന്നെയാണ്. അപ്പം ഈ ആദ്യം വരുന്ന ആള് ശരീരത്തിനെയാണ് എടുക്കുന്നത്, പാതാളം അതിന്റെ ആത്മാവിനെ എടുക്കുകയാണ്. അപ്പൊ 2 കാര്യങ്ങളാണ് എടുക്കുന്നത്. അതിൽ 2 കൂട്ടരാണ് അതിന്റെ പുറകെ പോകുന്നത് അല്ലെ. ഒന്ന്, കുതിരയെ പുറത്ത് ആരിയിരിക്കുന്നു? മരണം ഇരിക്കുന്നു. അവനെ പിന്തുടർന്ന് വേറൊരാളും വരുന്നുണ്ട്, പാതാളം. മരണം മനുഷ്യന്റെ ശരീരം, ഡെത്ത് ആൻഡ് ഹേഡീസ്. ഡെത്ത് എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ശരീരത്തെ പിടിച്ചെടുക്കുമ്പോൾ പാതാളം അവന്റെ ആത്മാവിനെ അല്ല അവന്റെ ദേഹിയെ എടുക്കുകയാണ്. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളയുവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു. അതായത് നേരത്തെ നമ്മൾ കണ്ടു, ഒരു വാള് കൊണ്ടുവന്നു അല്ലെ. വാള് കൊണ്ടുള്ള ഒരാളാണ് വന്നത് ചുവന്ന കുതിരയിൽ. ക്ഷാമം കൊണ്ടുവന്നതാണ് 2ാമത്തെ കറുത്ത കുതിരയിലുള്ളത്. ഇത് 2 കഴിയുമ്പോൾ ഈ സാധാരണ രീതിയിൽ വലിയ വലിയ മഹായുദ്ധങ്ങൾ നടക്കുമ്പോൾ പണ്ടത്തെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അധികം പേര് മരിച്ചു കഴിയുമ്പോൾ പിന്നെ അടുത്ത് വരുന്ന വ്യാധികളാണ്. കാരണം ഈ ശവശരീരം തന്നെ എന്ത് ചെയ്യണം മറവ് ചെയ്യാൻ പറ്റാതെ പല കാര്യങ്ങളും, പല രോഗങ്ങളും നമ്മൾ അറിയാം, വൈറസസ്, ബാക്ടീരിയസ് എല്ലാം, വൈറൽ അസുഖങ്ങളെല്ലാം ഇളകും. നമുക്കറിയാം, നമുക്ക് തന്നെ പല പല സീസണിൽ ഓരോരോ വൈറൽ അസുഖങ്ങൾ ഇളകുന്നത് കാണാം. ഇവിടെ ഇത്രയും മരണം സംഭവിച്ചത് കൊണ്ട് തന്നെ ആയിരിക്കാം മഹാവ്യാധികളും ഇറങ്ങാൻ തുടങ്ങുകയാണ്. അപ്പം ഈ വ്യാധി കൊണ്ടും, ഇപ്പം വാളുകൊണ്ട് മരിക്കുന്നു, ക്ഷാമം കൊണ്ട് മരിക്കുന്നു, അതിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന മരണം കൊണ്ട് വ്യാധികൾ ഇറങ്ങുന്നു. വ്യാധി കൊണ്ട് മരിക്കുന്നവർ പിന്നെ കാട്ടുമൃഗങ്ങൾ വന്ന് തിന്നുന്നതാണ്. പഴയ ഹിസ്റ്ററി എടുത്ത് നോക്കി കഴിഞ്ഞാൽ പിന്നെ കാട്ടുമൃഗങ്ങൾ വന്ന് ശരീരങ്ങളെ തിന്നുന്ന കാണാം. അപ്പൊ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളയുവാൻ ഭൂമിയിൽ കാലാംശത്തിൽ അധികാരം ലഭിച്ചു. അപ്പൊ ഇവരെല്ലാരും ഈ ഓരോരുത്തരും ചെയ്യുന്നത് അധികാരം ലഭിച്ചിട്ടാണ്. അപ്പം ദൈവം അധികാരം കൊടുത്തിരിക്കുകയാണ്. ഇത് ഭൂമിമേൽ കൊടുക്കേണ്ട ജഡ്ജ്മെന്റ് ആണ്. അത് ഓരോന്നും നടക്കുകയാണ് ഭൂമിയിൽ. ഇത് നമ്മുടെ ചിന്തയുടെ അപ്പുറത്ത് നിൽക്കുന്ന സംഭവങ്ങളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇതിന്റെ ചെറിയ ചെറിയ അംശങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്, നമുക്കറിയാം. പക്ഷേ അതൊന്നും അല്ല ഇത് നടക്കുന്നത്. ദിസ് ഇസ് ഇൻ എ മാസീവ് സ്കെയിൽ. അപ്പം 4 മുദ്രകൾ കഴിഞ്ഞു അല്ലെ. അപ്പൊ 4 കുതിരകൾ ഒന്നുകൂടെ നോക്കാം. എന്തായിരുന്നു? ആദ്യത്തെ കുതിര വെള്ളക്കുതിര. ആ വെള്ളക്കുതിരയിൽ ഇരിക്കുന്നവന് ഒരു വില്ലുണ്ടായിരുന്നു, ഒരു കിരീടവും ലഭിച്ചു, ജയിപ്പാനുള്ള അധികാരം കൊടുത്തു. 2ാമത്തെ കുതിരയിൽ ചുവന്ന കുതിരയായിരുന്നു. അതിലിരിക്കുന്ന ആൾക്ക്, അത് ഓടിക്കുന്ന ആൾക്ക് എന്ത് കിട്ടി? വലിയ വാള് കിട്ടി. അതിന്റെ ഫലമായിട്ട് എന്താണ് സംഭവിക്കുന്നത്? ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന സമാധാനം നഷ്ടപ്പെട്ട് മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ തുടങ്ങും. അതിനുശേഷം 3ാമത് വരുന്നത് കറുത്ത കുതിരയാണ്. കറുത്ത കുതിര വലിയ ക്ഷാമം, ഭൂമിയിൽ വലിയ ക്ഷാമം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ആ ഓടിക്കുന്ന ആള്, ആ വ്യക്തിയുടെ കയ്യിൽ എന്താ ഉള്ളത്? തുലാസനുള്ളത്. അതായത് സാധനങ്ങളുടെ എല്ലാം വില കയറും. പിന്നെ 4ാമത് വരുന്നതാണ് വെളറി വെളുത്ത അല്ലെങ്കിൽ മരണം കയറിയിരിക്കുന്ന കുതിര, ദ പെയിൽ ഹോഴ്സ്. മലയാളത്തിൽ മഞ്ഞയാന്ന് തോന്നുന്നു പലയിടത്തും എഴുതിയിരിക്കുന്നത്. എന്നാൽ മരണം കയറിയിരിക്കുന്ന കുതിര, മരണവും പാതാളം വന്നിരിക്കുന്നു. ഇതാണ് ഈ 4 മുദ്രകൾ. അപ്പൊ ഇനി ഈ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്, വെളിപാടിന്റെ 4-ാം അധ്യായം 5-ാം അധ്യായത്തിലും വിവരിക്കുന്ന ആരാധന തുടക്കമിടുന്നത് 6 തൊട്ട് 19 വിവരിക്കുന്ന കോപത്തിനുള്ള ഒരുക്കമാണ്. അതായത് വെളിപാടിന്റെ 6-ാം അധ്യായം മുതൽ 19-ാം അധ്യായം വരെ
കുഞ്ഞാടിന്റെ ക്രോധത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ 4-5 ആരാധന തുടങ്ങിയ ഉടനെ ആക്ച്വലി നമ്മൾ വീണ്ടും ഒരു ന്യായവിധി വരുന്നത് നമുക്കൊരു അതിശയം തോന്നും അല്ലേ. ഈ ഒരു ആരാധന വരുമ്പോൾ നല്ലൊരു മൂഡാണ്, എല്ലാം ഭംഗിയായിട്ട് നടക്കും എന്ന് വിചാരിക്കുമ്പോൾ 4-5 നടക്കുന്ന ആരാധന ഈ കുഞ്ഞാടിന്റെ ക്രോധത്തിന്റെ ഒരു ഒരുക്കം മാത്രമാണ് അവിടെ. അപ്പൊ ആരാധനയും ന്യായവിധിയും ഒരുമിച്ച് പോകണമെന്ന് നമുക്ക് വളരെ വിചിത്രമായിട്ട് തോന്നുന്നു അല്ലെ. പക്ഷെ ദൈവത്തിന്റെ വിശുദ്ധിയോ മനുഷ്യന്റെ പാപാവസ്ഥയോ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഇത് നമുക്ക് പിടികിട്ടാത്തത്. ദൈവം എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നതെന്നും ദുഷ്ടശക്തികൾ അവനെ എങ്ങനെ എതിർക്കുന്നുവെന്നും പൂർണ്ണമായി മനസ്സിലാക്കാൻ നമ്മൾ ഇന്ന് ബുദ്ധിമുട്ടുകയാണ്. കാരണം ദൈവത്തിന്റെ വിശുദ്ധിയെക്കുറിച്ച് നമുക്ക് വലിയ ഗ്രാഹ്യമില്ല. മനുഷ്യന്റെ പാപത്തിനെ കുറിച്ച് ദൈവം എങ്ങനെയാണ് അതിനെ കാണുന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ ആരാധനയിൽ വിശുദ്ധിയില്ല, നമ്മുടെ ആരാധനയിൽ ന്യായവിധിയും ഉണ്ടെന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഈ ആരാധന കഴിഞ്ഞിട്ട് ലോകം മൊത്തം വിറയ്ക്കുന്ന, ലോകത്തിന്റെ എല്ലാ മുട്ടുകളും ഒടിയുന്ന രീതിയിലുള്ള ഒരു വലിയ ന്യായവിധിയാണ് 6-ാം അധ്യായം മുതൽ 19-ാം അധ്യായം വരെ എഴുതിയിരിക്കുന്നത്. യെസ്, ദൈവം ദീർഘക്ഷമയുള്ളവനാണ്, പക്ഷേ പാപത്തെ വിധിക്കുകയും തന്റെ ദാസന്മാരെ ന്യായീകരിച്ചേ ദൈവത്തിന് മതിയാവും. അതിനൊരു സമയം വെച്ചിട്ടുണ്ട്. അല്ലാതെ ദൈവം പാപത്തെ ഓവർലുക്ക് ചെയ്തെന്നുള്ളതല്ല, അതിന്റെ സമയമായി. ആ സമയം എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ പാപത്തെ വിധിക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ജനത്തോട് പറയുന്നത് പാപം വിട്ടകന്ന് നീതിയുടെ വീതികളിലേക്ക് കയറുവാൻ. കാരണം മറ്റേ പാപത്തിന്റെ വീതികളിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഇതേ ന്യായവിധിയിൽ കടന്നു പോകും. നമുക്ക് പല പേരുകളുണ്ടായിരിക്കാം, നമുക്ക് പല സഭകളുടെ പേരുണ്ടായിരിക്കാം, പക്ഷെ നമ്മൾ പാപം വിട്ടകന്ന് ദൈവത്തിന്റെ നീതിയിലും ദൈവമക്കളുടെ കൂട്ടത്തിലും അല്ലെങ്കിൽ നമ്മൾ ഈ മഹാകഷ്ടതയിൽ കൂടെ കടന്നു പോണ്ടി വരും. ഇത് മുന്നോട്ട് നമുക്ക് വായിക്കണമെങ്കിൽ, നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമുക്ക് അതും കൂടെ ഒന്ന് വായിക്കാം. എനിക്കൊരു റീഡർ ഉണ്ടെങ്കിൽ, അതായത് ഇതിന് ബാക്കിയുള്ള അതും കൂടെ നമുക്കൊന്ന് വായിക്കാം. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അല്ല, ഈ അതായത് നമ്മുടെ 4 കുതിര കഴിഞ്ഞിട്ടുള്ളത് വായിച്ചാൽ മതി. 5-ാമത്തെ മുദ്ര തുറക്കുന്നത്, അതായത് 8 കഴിഞ്ഞു, 9 മുതൽ വായിച്ചു. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. അത് ഈ യാഗപീഠത്തിന്റെ കീഴിൽ ആത്മാക്കളെ കാണുകയാണ് അല്ലെ. ഇത് ആക്ച്വലി നമ്മൾ പഴയ നിയമം പഠിക്കുമ്പോൾ പുരോഹിതന്മാർ യാഗം അർപ്പിച്ചു കഴിഞ്ഞിട്ട് അർപ്പിക്കുന്ന ആ മൃഗത്തിന്റെ രക്തം ആ യാഗപീഠത്തിന്റെ 4 ദിക്കിലും അവര് സ്പ്രിങ്കിൾ ചെയ്തേ മതിയാവും. ഇവിടെയും ദൈവനാമ നിമിത്തം, ദൈവവചനം നിമിത്തം അതേ യാഗപീഠത്തിന് അവിടെ നിന്നുകൊണ്ട് അവരുടെ രക്തം അതിനുവേണ്ടി, ക്രിസ്തുവിന് വേണ്ടി ചിന്തിയത് കൊണ്ട് അവരവിടെ നിന്നുകൊണ്ട് വിളിച്ച് പറയുകയാണ്. പക്ഷെ അവർക്ക് കുറച്ച് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. നമുക്കത് വായിക്കാം താഴോട്ട്. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതിരിക്കും എന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. അപ്പൊ അവർ ഉറക്കെ നിലവിളിക്കുവാൻ, അവൻ ന്യായവിധിക്ക് വേണ്ടി ഉറക്കെ വിളിക്കുവാൻ. നീതിമാനായ ദൈവമേ, ഇനി എത്ര നാൾ നീ എടുക്കും ഈ നമ്മുടെ രക്തത്തിന് വേണ്ടി പ്രതികാരം ചെയ്യുവാൻ? ആ ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരിൽ ഓരോരുത്തനും വെള്ള നിലയങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയുവോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം എന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. അപ്പൊ എത്ര വിലയുള്ളതാണ് ആ വെണ്മയുള്ള വസ്ത്രം അല്ലെ. യേശുക്രിസ്തുവിന്റെ നാമനിമിത്തം രക്തം ചീന്തിയ ജീവൻ കൊടുത്തവർക്ക് കൊടുക്കുന്നതാണ് വെള്ള വസ്ത്രം. നമ്മൾ എത്ര ലാഘവത്തോടാണ് പലപ്പോഴും ക്രിസ്തുവിന്റെ ആ നീതിയുടെ അങ്കിയെ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊരു സ്പെഷ്യൽ ആയിരിക്കണം. കാരണം ഇനിയുള്ളത് പറയുന്നുണ്ട്, നിങ്ങൾ കുറച്ച് നാളും കൂടെ വെയിറ്റ് ചെയ്യണം. എന്താണ്? ഒരു എണ്ണം തികയാനുണ്ട്. ഇന്നും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ദൈവവചന നിമിത്തം അനേകർ മരിക്കുന്നുണ്ട്. അതിനൊരു എണ്ണമുണ്ട്. ദൈവം കാണാതെ പോകുന്നില്ല. അതിനുവേണ്ടി മരിക്കുന്ന ഓരോ വ്യക്തിക്കും ദൈവം ഈ വെളുത്ത ഡ്രസ്സ് കൊടുക്കുന്നുണ്ട്, ഈ ഗാർമെന്റ് കൊടുക്കുന്നുണ്ട്. അവരെ എണ്ണപ്പെട്ടവരാണ്. ദൈവത്തിന്റെ കണ്ണ് അവരുടെ മേലുണ്ട്. ആരും, നമ്മളും ചിലപ്പോൾ ഒരു പക്ഷെ അറിയുന്നില്ലായിരിക്കാം, ആരും അവരെ ഓർക്കുന്നു പോലും ഇല്ലായിരിക്കും. ചിലപ്പോൾ അവരുടെ കുടുംബം പോലും അറിയത്തില്ലായിരിക്കാം അവർ മരിച്ചോ ഇല്ലയോ.
വരുമെന്ന്. പക്ഷെ സ്വർഗരാജ്യം അതിനൊരു കണക്ക് വെച്ചിരിക്കുന്നു. അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി ദൈവം വെയിറ്റ് ചെയ്യുന്നു. അവർക്ക് കുറച്ചു നേരം കൂടെ വിശ്രമിച്ചിട്ട് ദൈവം പറയാണ്, ആ വിശ്രമം കഴിഞ്ഞാൽ, ആ എണ്ണം തികഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തെ, അവരെ മാത്രമല്ല ആ ലോകത്തെ ന്യായം വിധിക്കാൻ ദൈവം ഇറങ്ങുവാണ്. ആ കുഞ്ഞാട്, പലപ്പോഴും കുഞ്ഞാട് എന്ന് പറയുമ്പോൾ ആർക്കും കുഞ്ഞാടിന്റെ ക്രോധം എന്ന് പറയുമ്പോൾ അതിലൊരു വിരോധാഭാസം ഉണ്ട് അല്ലേ? കുഞ്ഞാടിന് ക്രോധമോ? അത് തന്നെയാണ് പറയുന്നത്. ഈ കുഞ്ഞാടുണ്ടല്ലോ, നമ്മൾ ആരാധിക്കുന്ന ദ ലാംബ് ഓഫ് ഗോഡ്, ദ റാത്ത് ഓഫ് ദ ലാംബ് ഓഫ് ഗോഡ്, ആ ജഡ്ജ്മെന്റ്, ആ ന്യായവിധി നമുക്ക് ആർക്കും പിടിച്ചിരിക്കാൻ കഴിയില്ല. പക്ഷേ ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ദൈവം മക്കൾ ഇത് സംഭവിക്കുമ്പോൾ ക്രിസ്തുവിന്റെ കൂടെ, ആ കുഞ്ഞാടിന്റെ കൂടെ ആയിരിക്കണം. അത് ദൈവവചന പ്രകാരം നമ്മൾ അവിടെ കൂടെ ആയിരിക്കണം. നമ്മൾ ഇപ്പുറത്തെ സൈഡിലല്ല, ന്യായവിധിയുടെ മറ്റേ സൈഡിലാണ്. അതായത് ദൈവത്തിന്റെ കൂടെ ന്യായവിധിക്ക് ഇറങ്ങി വരുന്ന ഒരു കൂട്ടം ആൾക്കാരാകട്ടെ നമ്മൾ ഓരോരുത്തരും. ഇപ്പുറത്തെ സൈഡ് നമ്മൾ ആവരുത്. ഓക്കെ, താഴോട്ട് വായിക്കാം. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഒരു വലിയ ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അപ്പൊ ഇനി ഇവിടെ സംഭവിക്കുന്ന ഭൂകമ്പം എന്നൊക്കെ പറയുന്നത് ഇതൊരു സെലസ്റ്റിയൽ ഇവന്റ് ആണ്. അതായത് ഭൂമിയിൽ മാത്രം നടക്കുന്നതല്ല, ഈ സ്വർഗീയ തലങ്ങളിൽ, നമ്മുടെ ആകാശം എന്നൊക്കെ പറഞ്ഞ ആകാശ തലങ്ങളിൽ നടക്കുന്ന ഒരു വലിയ ഇവന്റ് ആണ്. എനിക്ക് തോന്നുന്നു ഒരു മിറ്ററൈറ്റ് പോലത്തെ ഒരു സംഭവങ്ങളാണ് നടക്കാൻ പോകുന്നത്, അല്ലാതെ ഭൂമിയിൽ മാത്രം നടക്കുന്നില്ല. കാരണം ഇതിൽ സൂര്യൻ കംപ്ലീറ്റ് കറക്കുന്നുണ്ട്, ചന്ദ്രൻ രക്തത്തിന്റെ നിറമാവെന്ന് പറയുന്നുണ്ട്. ഈ ആലിപ്പഴം വീഴുന്നത് പോലെ അല്ലെങ്കിൽ അത്തിപ്പഴം വീഴും പോലെ ഇത് വീഴുന്നുണ്ട്. ഏതാ? നക്ഷത്രങ്ങൾ. അത് കഴിഞ്ഞ് ആകാശം ചുരുണ്ട് പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് അതോടെ വായിക്കാം. അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കുന്നത് പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തക ചുരുട്ടുന്നത് പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്തു നിന്ന് ഇളകിപ്പോയി. അടുത്തോട് വായിച്ചു. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല ദാസനും സ്വതന്ത്രനും ഗുഹകളിലും പാറക്കെട്ടുകളിലും ഒളിച്ചുകൊണ്ട് മലയോടും പാറകളോടും, ഞങ്ങളുടെ മേൽ വീഴുവിൻ, സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാത്ത വണ്ണവും കുഞ്ഞാടിന്റെ കോപം തട്ടാത്ത വണ്ണവും ഞങ്ങളെ മറയ്ക്കുവിൻ. അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിലനിൽക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. അതായത് ഈ ഒരു ദിവസം ചെറിയവനോ വലിയവനോ കാശുകാരനോ രാജാവോ എന്നൊന്നും കണക്കില്ല. എല്ലാവരും ആക്ച്വലി മരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത്രയ്ക്ക് ഭയാനകമായ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഭൂമിയിൽ നിന്ന്. അതായത് സൂര്യപ്രകാശം കംപ്ലീറ്റ് ആയിട്ട് പോയി. അപ്പൊ എത്രത്തോളം ഇരുണ്ട് കിടക്കുവാണ് ഭൂമി എന്ന് ആലോചിച്ചോണം. അതായത് രാത്രിയിൽ വെളിച്ചത്തിനാണ് ദൈവം ചന്ദ്രനെ ഉണ്ടാക്കിയത്. ചന്ദ്രൻ ചുമന്ന് കിടക്കുകയാണ്, അത് യാതൊരു വെളിച്ചവുമില്ല. നക്ഷത്രങ്ങൾ താഴോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു മീറ്ററായിട്ട് ഒരു കല്ല് വീണാൽ എത്രത്തോളം ഭൂമിക്ക് എത്രത്തോളം അതിൻ്റെ ആഘാതം എന്ന് നമുക്കറിയാം അല്ലെ. ഇപ്പോഴും പല മീറ്ററായിട്ട് വീണ പല ക്രേറ്റർ എന്നാണ് പറയുന്നത്. കിലോമീറ്റർ വലിപ്പമുണ്ട് ആ നക്ഷത്രം അല്ലെങ്കിൽ മീറ്ററായിട്ട് വന്ന് വീണ ആ ക്രേറ്ററിന്റെ ആ നീളം, അത് ഉണ്ടായ ആഘാതം കിലോമീറ്റർ കണക്കിന് ഉണ്ട്. അപ്പോൾ ഈ നക്ഷത്രങ്ങളെല്ലാം ഓരോന്ന് താഴോട്ട് പതിക്കാൻ തുടങ്ങിയാൽ എന്തായിരിക്കും ഭൂമിയിലെ അവസ്ഥ? അതുകൊണ്ട് തന്നെ, അതായത് പലപ്പോഴും നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ആകാശം നമ്മൾ വിചാരിക്കുന്ന ഒരു സ്പേസ് അല്ല, അതൊരു കേർട്ടൻ പോലെയോ തുണി പോലെയോ ചുരുട്ടിയെടുക്കാം എന്നാണ് ബൈബിൾ പറയുന്നത്. വളരെ അതിശയമാണ് അത്. സയൻസ് അത് ഞാൻ പറയുന്നില്ല, സയൻസ് ആക്ച്വലി അത് സമ്മതിക്കുന്നുണ്ട്. സയൻസ് അത് ഒരു സ്പേസ് ആയിട്ടല്ല, അത് ശരിക്കും ഒരു ചുരുണ്ട് കിടക്കുന്ന ഒരു വസ്തുവായിട്ട് തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ദൈവവചനം ആദ്യം മുതൽ പറയുന്നത് ഇന്നാണ് സയന്റിസ്റ്റിന് അത് മനസ്സിലാവുന്നത്, അല്ലാതെ ഒരു സ്പേസ് അല്ല. അപ്പൊ ഈ ആകാശം അത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അതെന്തായാലും ചുരുട്ടി എടുക്കുവാണ് ദൈവം പറയുന്നു മതി. ഈ ഭൂമിയിൽ മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചതെല്ലാം ദൈവം ചുരുട്ടി എടുക്കുകയാണ്. ആകാശം പോലും എങ്ങോട്ടോ മാറിപ്പോയി. അതിന്റെ ഫലമായിട്ട് ഗുഹകളിലോ എങ്ങോട്ടോ ഇറങ്ങി ഓടുകയാണ്. ഇന്ന് ഏറ്റവും കാശുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ ധനികർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ, അവരെല്ലാം മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഉണ്ടാക്കി ബങ്കേഴ്സ് ഉണ്ടാക്കുവാണ്. ഭൂമിയുടെ താഴോട്ട് ബങ്കേഴ്സ്. അതെന്തിനാന്ന് പലരും ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇവർക്കെല്ലാം എന്തോ സംഭവിക്കാൻ പോയതിനെ കുറിച്ച് എന്തോ ഒരു ഗ്രാഹ്യമുണ്ട്. കാരണം അവര് ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ബില്യൺസ് ഓഫ് ഡോളേഴ്സ് വെച്ചിട്ട്
അവര് ഭൂമിയുടെ താഴോട്ട് ബങ്കേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അവർക്കറിയാം എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് ലോകത്തില്. അപ്പം അവര് ചിലപ്പോൾ വേറെ പലതായിരിക്കാം. പക്ഷെ ഇവിടെ കാശുകാരനാവട്ടെ, കാശില്ലാത്തവനായിക്കോട്ടെ, രാജാവാകട്ടെ, എല്ലാവരും മരണത്തെ ആഗ്രഹിക്കുകയാണ്. കാരണം അവർ പറയുന്നുണ്ട്, അവർക്ക് മനസ്സിലായി ഗോഡ്, ആ കുഞ്ഞാടിന്റെ ക്രോധം, വീണ്ടും ആ നോക്കിയേ, കുഞ്ഞാടിന്റെ സ്നേഹമാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. കുഞ്ഞാടിന്റെ ക്രോധം നമുക്ക് ഡിസ്കസ് ചെയ്യാനോ അറിയുവാനോ ആഗ്രഹമില്ല. പക്ഷെ ദൈവത്തിന് സ്തോത്രം, നമ്മൾ കുഞ്ഞാടിന്റെ സ്നേഹത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നതുകൊണ്ട് ആ ക്രോധം നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല. ഒരു മനുഷ്യനോ ഒരു 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 മലയ്ക്കോ ഒരു രാജ്യത്തിനോ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഈ ഭൂമിക്ക് താങ്ങാൻ പറ്റത്തില്ല. അപ്പൊ അത്രയും ഭയാനകമായ ഒരു സെലസ്റ്റിയൽ ഇവന്റ് എന്ന് വേണം പറയാൻ. ഒരു കോസ്മിക് ഇവന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഓരോ മുദ്രകളും പൊട്ടുമ്പോഴും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്തത് വായിക്കാം. അതിനുശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റുകളും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണുകളും നിൽക്കുന്നത് ഞാൻ കണ്ടു. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നതും കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട്, നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്നും മുദ്രയേറ്റവർ 144,000 പേരായിരുന്നു. അപ്പൊ ഇവിടെ ഈ 6ാമത്തെ മുദ്ര പൊട്ടിച്ചു കഴിയുമ്പോൾ പിന്നെ ഒരു ഇന്റർവെൽ ഉണ്ട്. പിന്നെ നമുക്ക് 7ാമത്തെ മുദ്ര അടുത്ത ചാപ്റ്ററിലാണ്, അതായത് ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടുള്ള അടുത്ത ചാപ്റ്ററിലാണ് 7ാമത്തെ മുദ്രയെ കുറിച്ച് അറിയുന്നത്. അവിടെ വളരെ, അതായത് ഇനി അങ്ങോട്ടെല്ലാം ഇപ്പൊ വളരെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഒരു ഭാഗമുണ്ട്. ഈ 6ാമത്തെ അധ്യായം മുതൽ ഇതിന്റെ ഓഡിയൻസ് ഒരു ജൂയിഷ് ഓഡിയൻസ് ആണ്. അതായത് ദൈവം പിന്നെ സംസാരിക്കുന്നത് മൊത്തം ഒരു അതായത് ഒരു യഹൂദന് മനസ്സിലാകുന്ന ഭാഷയിലാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും അതെന്താ സഭയിലുള്ളവർക്ക് സാധാരണക്കാരന് മനസ്സിലാകണ്ടേ? എനിക്ക് മനസ്സിലായത്, ഇത് എൻ്റെ ഒപ്പീനിയനാണ്, എനിക്ക് മനസ്സിലായത് ഈ സമയം കൊണ്ട് സഭ ഇവിടെ ഇല്ല. സഭ ക്രിസ്തുവിന്റെ കൂടെയാണ്. ഇവിടെ ബാക്കിയുള്ളത് ആ യെരൂശലേമിൽ താമസിക്കുന്ന തന്റെ ജനമാണ്. അതുകൊണ്ട് ഇനി ഈ 6ാം അധ്യായം മുതൽ നടക്കുന്നത് യഹൂദർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു യഹൂദനാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് ഇവിടെ സംസാരിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും, ഉപയോഗിക്കുന്ന എല്ലാ പദങ്ങളും ഒരു യഹൂദന് മനസ്സിലാകുന്ന രീതിയിലാണ്. ഈ 6 മുദ്രകൾ കഴിഞ്ഞ് ഇനി അങ്ങോട്ടുള്ളതെല്ലാം 7ന്റെ കണക്കാണ്. പക്ഷെ 6 എത്തുമ്പോൾ ഒരു ഇന്റർവെൽ ഉണ്ട്. അതായത് 6 മുദ്രകൾ പൊട്ടിച്ചു കഴിയുമ്പോൾ ഒരു ഇന്റർവെൽ ഉണ്ട്. ആ ഇന്റർവെൽ കഴിഞ്ഞിട്ട് 7ാമത്തെ മുദ്ര പൊട്ടിക്കുന്നത് തുടങ്ങുമ്പോൾ 6 കാഹളനാദം തുടങ്ങുവാണ്. വീണ്ടും 7 കാഹളനാദമാണ്. പക്ഷെ 6ാമത്തത് വരുമ്പോൾ ഒരു ബ്രേക്ക് ഉണ്ട്, ഒരു ഇന്റർവെൽ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 7ാമത്തെ കാഹളനാദം. 7ാമത്തെ കാഹളനാദം എന്ത് തുടങ്ങുന്നു? 7 കലശങ്ങൾ തുടങ്ങുന്നു. 7 കലശങ്ങൾ വീണ്ടും 6 ഉണ്ട്. 6 കഴിഞ്ഞിട്ടൊരു ഇന്റർവെൽ. അതായത് നമ്മുടെ മൂവി കാണാൻ പോകുമ്പോൾ തിയേറ്ററിൽ ഒരു ഇന്റർവെൽ ഉള്ളതുപോലെ. പക്ഷെ തിയേറ്ററിന്റെ ഇന്റർവെൽ നേരെ നടുക്കാവുമ്പോൾ ഇവിടെ ഇന്റർവെൽ 6ാമത്തേതിലാണ്. ഇനി അങ്ങോട്ട് 7ന്റെ ഒരു പ്രളയവും 7ന്റെ കണക്കുകളുമാണ്. അതൊരു യഹൂദന് 7ന്റെ കണക്ക് നന്നായിട്ട് അറിയാം. അവന്റെ ജീവിതത്തിലെ എല്ലാം 7ന്റെ കണക്കിലാണ് പോകുന്നത്. നമുക്ക് അങ്ങനെ ഒരു യഹൂദന്റെ മനസ്സില്ലാത്ത, നമ്മൾ യഹൂദൻ അല്ലാത്തത് കൊണ്ടും നമുക്കത് പെട്ടെന്ന് കത്തുന്നില്ല. അവർക്കിത് വളരെ വ്യക്തതയുണ്ട്. കാരണം എന്തോ, 6 ദിവസം അവർക്ക് ജോലി ചെയ്യാം, 7ാം ദിവസം ശബത്ത്. അവർക്ക് അത് നന്നായിട്ട് അറിയാം ആ കോൺസെപ്റ്റ്. അപ്പൊ 6 ഇനി അങ്ങോട്ടെല്ലാം ഈ ഒരു പാറ്റേൺ നിങ്ങൾ കാണും. 6 കാര്യങ്ങൾ, അത് കഴിഞ്ഞ് ഒരു ഇന്റർവെൽ, അത് കഴിഞ്ഞിട്ട് 7ാമത്തെ സംഭവിക്കും. അപ്പൊ 6 മുദ്രകൾ, ഇന്റർവെൽ, 7ാമത്തെ മുദ്ര. 6 കാഹളനാദം, ഇന്റർവെൽ, 7ാമത്തെ കാഹളനാദം. 6 കലശങ്ങൾ, ഇന്റർവെൽ, 7ാമത്തെ. ഇത്ര നിങ്ങൾ മനസ്സിലായല്ലോ. ഇത് നമുക്ക് തിരിച്ചു വരാം. ഡോണ്ട് വറി, നിങ്ങൾക്കറിയാം ഇത് ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, ഒത്തിരി ഇൻഫർമേഷൻ ഉണ്ട്. നമ്മൾ ഇത് വീണ്ടും അടുത്ത ചാപ്റ്ററിൽ ഇതിലൂടെ കടന്നു പോകും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു സ്കെലറ്റൽ, നമ്മളെ സർഫസിൽ കൂടെ നമ്മളിങ്ങനെ ഓടിച്ചു പോകുന്നത് മാത്രം, എന്തൊക്കെ ഉണ്ടെന്ന് അറിയുവാൻ വേണ്ടി. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. ഒന്നും കൂടെ പെട്ടെന്ന് ഓടിക്കാം, എല്ലാം തലകറങ്ങിയിരിക്കാമെന്ന് എനിക്കറിയാം, എന്നാലും കുഴപ്പമില്ല. ആദ്യം 7 മുദ്രകളുണ്ട് അല്ലെ? 4 മുദ്രകൾ എന്ത് സംഭവിച്ചു?
നാല് കുതിരകൾ ഇറങ്ങി വന്നു. ഒന്ന് വെള്ളക്കുതിര. വെള്ളക്കുതിരയിൽ ഇരിക്കുന്നവന് കയ്യിൽ ഒരു വില്ലുണ്ട്, ഒരു കിരീടമുണ്ട്. ജയിക്കുവാനുള്ള അധികാരം കൊടുത്തു, അത് തന്നെ ചെയ്യുന്നു. രണ്ടാമത്തെ ചുവന്ന കുതിര. ചുവന്ന കുതിര എന്ന് പറഞ്ഞാൽ രക്തപ്പുഴ. അതുകൊണ്ട് തന്നെ ആ ഓടിക്കുന്ന ആൾക്ക് ഒരു വലിയ വാളുണ്ട്. ലോകത്തിലെ സമാധാനം നഷ്ടപ്പെട്ട് മനുഷ്യരെ കൊല്ലുവാൻ തുടങ്ങുന്നു. അതിന്റെ ഫലമായി ഏറ്റവും മൂന്നാമത്തെ വരുന്നത് ഒരു കറുത്ത കുതിര. കറുത്ത കുതിര വലിയൊരു ക്ഷാമം ഉണ്ടാവുകയാണ് ഭൂമിയിൽ. ആ ഓടിക്കുന്ന ആളുടെ കയ്യിൽ ഒരു എന്തുണ്ട്? സ്കെയിലുണ്ട്, അല്ലെ? എന്താണ് പറയുന്നത്? ബാലൻസ്. തുലാസം. കറക്റ്റ്. താങ്ക് യു. തുലാസുണ്ട്. അത് കഴിഞ്ഞ് നാലാമത്തെ കുതിര എന്തുവാ? ആ വെളുത്ത ഒരു കുതിര, അതായത് മരണം ഓടിക്കുന്ന കുതിര. അതിന്റെ പുറകെ എന്തുണ്ട്? പാതാളമുണ്ട്. ഓക്കെ. അപ്പം ആ ലോകത്ത് അത് കഴിഞ്ഞ് ഉണ്ടാകുന്ന മുദ്രകളിൽ ഒന്ന് എന്താണ്? പിന്നെ അടുത്ത കാണിക്കുന്ന എന്തുവാ? ആ യാഗപീഠത്തിന്റെ അടിയിൽ നിൽക്കുന്ന, അവിടെ കിടക്കുന്ന അല്ലെങ്കിൽ അവിടെ ഉള്ള ആത്മാക്കളെ കാണിക്കുകയാണ്, ദൈവവചനത്തിന് വേണ്ടി മരിച്ചവർ. പിന്നെ ഒരു ഭൂകമ്പങ്ങളുടെ ഒരു വൻ, അതായത് കോസ്മിക് ഇവന്റ് ആണ്. ഭൂകമ്പങ്ങൾ മാത്രമല്ല നടക്കുന്നത്, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എല്ലാം മാറിപ്പോവുകയാണ്. ഇത്രയും മനസ്സിലായല്ലോ. ഏഴാമത്തത് ഇന്റർവെൽ കഴിഞ്ഞിട്ടുള്ളതാണ്, അതിലേക്ക് വരാം. പക്ഷെ അവിടെയും നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഭൂകമ്പങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഏഴാമത്തെ മുദ്രയിൽ ആ സമയത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സമയമുണ്ട്. സ്വർഗത്തില് 1/2 മണിക്കൂർ സൈലൻസ് ഉണ്ട്. ഇത് എനിക്ക് മനസ്സിലാത്തൊരു ഭാഗമാണ്. ആക്ച്വലി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അത്. 1/2 മണിക്കൂർ സൈലൻസ്, നത്തിങ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമുക്ക് നമ്മൾ ഞെട്ടിപ്പോയി. ഇത്രയും ഒരു മഹാസംഭവങ്ങൾ നടക്കാൻ തുറക്കുന്നതിന്റെ ഒരു ഒരുക്കമാണോ എന്ന് എനിക്ക് അറിഞ്ഞത്. കംപ്ലീറ്റ് സൈലൻസ് ആണ്. ആരും ഒന്നും പറയുന്നില്ല. 1/2 മണിക്കൂറത്തേക്ക്. 1/2 മണിക്കൂർ അത് എത്ര നാളെ നമുക്ക് അറിയത്തില്ല, ദൈവത്തിന്റെ കണക്ക്. എന്നാൽ 1/2 മണിക്കൂർ എന്ന് പറയുന്നു. ഇവിടെയാണ് നമ്മൾ ബുക്ക് ഓഫ് ജോഷുവ, പലർക്കും അറിയാത്തൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ബുക്ക് ഓഫ് ജോഷുവയും വെളിപാട് പുസ്തകവും, യോശുവയുടെ പുസ്തകവും വെളിപാട് പുസ്തകവും തമ്മിൽ ഒത്തിരി സാമ്യമുണ്ട്. ജോഷുവ എന്ന വാക്ക് തന്നെ യേശുക്രിസ്തു എന്ന വാക്ക് തന്നെ സമമാണ്. നമുക്ക് അടുത്ത സ്റ്റഡിയിലേക്ക് വരാം. അവിടെയും ഒരു 6 ദിവസം ആരും മിണ്ടാതെ നടക്കുന്ന ഒരു സംഭവമുണ്ട്. 7ാമത്തെ ദിവസമാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ, അതായത് അവർ അലറി വിളിക്കുന്നത് 7ാമത്തെ ദിവസമാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ തോറയുടെ എല്ലാ റൂളും തെറ്റിച്ച ഒരു സമയമാണ് യോശുവയുടെ ആ ഒരു സമയം. തോറ മാറ്റപ്പെട്ടു, ശബത്ത് നോക്കുന്നില്ല, അങ്ങനെ കുറെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്കത് അടുത്ത ക്ലാസ്സിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഇന്ന് എല്ലാം കൂടെ നമുക്ക് ഓവർലോഡ് ആവും. പക്ഷേ ഇങ്ങനെയുള്ള 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഹോംവർക്കും കൂടിയാണ്. അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്ന് നമ്മൾ നോക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വെളിപാടിന്റെ ഇനിയുള്ള ഭാഗങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ വളരെയേറെ ധ്യാനിക്കുകയും പഠിക്കേണ്ട 3 ഭാഗങ്ങളുണ്ട്. ഒന്ന്, ഡാനിയലിന്റെ പുസ്തകം 9ാം അധ്യായം, ഡാനിയൽ ചാപ്റ്റർ 9 നിങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കേണ്ട ഒരു ഭാഗമാണ്. നമ്മൾ അതിൽ ഒരു ഭാഗം നമ്മൾ അതിലേക്ക് ഇന്ന് നോക്കും. സോ ഡാനിയൽ ചാപ്റ്റർ 9 എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഡാനിയൽ ചാപ്റ്റർ 9 ഒരു കീ ആണ്. ഇത് മനസ്സിലാക്കുവാനുള്ള ഒരു കീ ആണ് ഡാനിയൽ ചാപ്റ്റർ 9. ഡാനിയൽ ചാപ്റ്റർ 9 നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ, 9ാം അധ്യായം നമുക്ക് അറിയില്ലെങ്കിൽ, ഇത് തുറക്കാനുള്ള ഒരു കീ ഇല്ല. ഇത് ഡാനിയൽ ചാപ്റ്റർ 9 ആണ് തുറക്കാനുള്ള കീ. പിന്നെ ഇതിനെക്കുറിച്ച് പറയുന്ന യേശുക്രിസ്തു തന്നെ പറയുന്ന 2 ഭാഗങ്ങളുണ്ട്. ആ പറയുന്ന ഒരേ കാര്യം തന്നെ 2 ഇടത്ത് എഴുതിയിരിക്കുന്നതാണ്. ഒന്ന് മത്തായിയുടെ സുവിശേഷം 24ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം മർക്കോസിന്റെ സുവിശേഷം 13ാം അധ്യായം. ഇത് 2 നിങ്ങൾ വായിച്ചിരിക്കണം. മാത്യു ചാപ്റ്റർ 24, മാർക്ക് ചാപ്റ്റർ 13. ഇത് 2 നിങ്ങൾ വായിച്ചിരിക്കണം. കാരണം ഈ വീണ്ടും അന്ത്യകാലത്തെ കുറിച്ച് വളരെ കൃത്യമായിട്ട് യേശുക്രിസ്തു പറഞ്ഞ ഭാഗമാണ്. അത് കുറച്ച് ഇന്ന് നമ്മൾ നോക്കുകയുണ്ടായിരിക്കും. ഇത് 2 നമ്മൾ നോക്കിയിട്ട് വീണ്ടും വെളിപാടിന്റെ 6ാം അധ്യായത്തിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് സംഭവിക്കുന്നത്. കാരണം ഡാനിയലിന്റെ പുസ്തകത്തിൽ ഒരു 70 വീക്സ് 70 ആഴ്ചയുടെ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ വെളിപാടിന്റെ 6ാം അധ്യായം എന്ന് പറയുന്നത് 70ാം ആഴ്ചയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു വിവരണമാണ് ഈ വെളിപാടിന്റെ 6. അപ്പൊ ഈ 70 വീക്സ്, ഈ 70 ആഴ്ചകൾ നമ്മൾ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പൊ അത് നമുക്കൊന്ന് മത്തായിയുടെ സുവിശേഷം 24ാം അധ്യായം ഞാൻ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 24ാം അധ്യായം അതിന്റെ 3 തൊട്ട് 8 വരെ. ഇവിടെ സംഭവിക്കുന്ന പറഞ്ഞാൽ 4 ശിഷ്യന്മാർ യേശുക്രിസ്തുവിന്റെ അടുത്ത് വരുവാണ്. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ആൻഡ്രൂ. ഇവർ 4 പേരും യേശുക്രിസ്തുവിന്റെ അടുത്ത് വളരെ സീക്രട്ട് ആയിട്ട് വന്ന് ചോദിക്കുവാണ്,
എന്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത്? യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് ചോദിക്കുകയാണ്. എന്ന് യേശു ക്രിസ്തു, കാരണം അവർക്ക് മനസ്സിലായി, യേശു ക്രിസ്തു പറയുന്ന കാര്യങ്ങൾ വെച്ച് അവർക്ക് മനസ്സിലായി യേശു ക്രിസ്തു രണ്ടാമത് വരും, ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് എപ്പോഴായിരിക്കും എന്ന് വളരെ സീക്രട്ട് ആയിട്ട്. അതായത് ഇവര് 4 പേരും പലപ്പോഴും എനിക്ക് ഇവർ 4 പേരായിരിക്കും ചിലപ്പോൾ മറ്റേ ബൈബിൾ സ്റ്റഡി, ഇവർ കോർ ഗ്രൂപ്പ് ബൈബിൾ സ്റ്റഡി ആയിരിക്കും. ഇവർ കുറേ നേരം ഇന്ന് യേശു ക്രിസ്തു പറഞ്ഞതൊക്കെ ഒന്ന് വായിച്ചും എഴുതിയൊക്കെ നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി ഒരു രണ്ടാം വരവിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. പക്ഷെ ബാക്കി എല്ലാവരും ഒന്നും കൂട്ടുന്നില്ല. എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അവർ 4 പേര് മാത്രമായിട്ടാണ് വരുന്നത്. എന്തുകൊണ്ട് സഹോദര സ്നേഹം ഇല്ലെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അവർ 4 പേർക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. ചിലപ്പം ബാക്കിയുള്ളവർ വേറെ എന്തെങ്കിലുമൊക്കെ ബിസി ആയിരിക്കാം, ശുശ്രൂഷയിൽ ബിസി ആയിരിക്കാം, എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഈ 4 പേര് യേശു ക്രിസ്തുവിന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, ഈ മടങ്ങി വരവിനെ കുറിച്ച് ചോദിക്കുകയാണ്. അപ്പൊ യേശുവിന്റെ പ്രതികരണം 3 സുവിശേഷങ്ങളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം, 25-ാം അധ്യായം, 24-25 പറയുന്നുണ്ട്. പിന്നെ മാർക്കോസിന്റെ 13-ാം അധ്യായം, പിന്നെ ലൂക്കോസിന്റെ 21-ാം അധ്യായം. ഈ 3 സുവിശേഷങ്ങളിലും യേശു ക്രിസ്തുവിന്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം ഇതിന്റെ 3 തൊട്ട് 8 കാര്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അവൻ ഒലിവ് മലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു. അപ്പൊ ഇവർ തനിച്ചാ വന്നിരിക്കുന്നത്, ഇവർ കൂട്ടത്തോടെ അല്ല, വേറെ ആൾക്കാരില്ല, തനിച്ച് അവന്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കും എന്ന് നിന്റെ വരവിനും ലോകാവസാനത്തും അടയാളം എന്തും എന്ന് പറഞ്ഞു തരയണം എന്ന് അപേക്ഷിച്ചു. അപ്പൊ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവും നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു ഭാഗം അവിടെ കണ്ടു. ഏതാ? ലോക അവസാനത്തിന് അടയാളം. അപ്പൊ ലോക അവസാനത്തിന്റെ അടയാളം എന്തായിരിക്കും, എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭാഗത്ത് വന്നിരിക്കുന്നത്. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ലോക അവസാനത്തിന്റെ അടയാളങ്ങൾ പറയുന്ന ഒരു ഭാഗമാണ്. ആ കൃത്യമായിട്ട് ഒരു ചോദ്യം ഈ 4 പേര് ചോദിക്കുകയാണ്. അതിന് യേശു ഉത്തരം പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പൊ ആദ്യം തന്നെ പറയുന്നത് എന്തുവാ? ഒത്തിരി പേര് തെറ്റിക്കാൻ നോക്കും, ഒത്തിരി അഭ്യൂഹങ്ങൾ ഉണ്ടാവും. അത് ആദ്യമേ പറയുന്ന, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചോളുവീൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. ഇത് നമുക്ക് അറിയാം. ഇസ്രായേലിലും നടക്കുന്നുണ്ട്, ലോകത്തും നടക്കുന്നുണ്ട്. ഇപ്പോഴും കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടായിരുന്നു, റഷ്യയിൽ ഒരാൾ യേശു ക്രിസ്തു എന്ന് പറഞ്ഞ് അവർ പുതിയൊരു കൾട്ടൊക്കെ ഉണ്ടാക്കി, കുറേ പേരുണ്ടായിരുന്നു. അവനെ പോലീസൊക്കെ പിടിച്ച് കൊണ്ടുപോയി. യേശു ക്രിസ്തുവിനെ പിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നാണ് കേട്ടത്. കാരണം കാണാനോ യേശു ക്രിസ്തുവിനെ പോലെയൊക്കെ ഇരിക്കും, മുടിയൊക്കെ നീട്ടി നല്ല വെളുത്ത യൂറോപ്യൻ യേശു ക്രിസ്തു. അപ്പം ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേര് എടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സംഭവിക്കേണ്ടത് തന്നെ. അപ്പൊ യുദ്ധങ്ങൾ നടക്കും, യുദ്ധശ്രുതികൾ നടക്കും. അത് അല്ല സംഭവം, എന്നാൽ അത് അവസാനമല്ല. അപ്പൊ ഇത് കേൾക്കുമ്പോഴും അവസാനമായി നടന്ന് ടെൻഷൻ അടിക്കണ്ട. അതല്ല അവസാനം. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ഇത് നമ്മൾ എത്ര കാലാകാലങ്ങളെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് അവസാനമല്ല. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഇവിടെ ഉണ്ടാകും. നേരത്തെ പറഞ്ഞ ഭാഗങ്ങൾ അവിടെ ഇവിടെ അല്ല, ഭൂമിയിൽ മൊത്തം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോഴൊക്കെ പലതും നമ്മൾ ന്യൂസ് ഉള്ളത് കൊണ്ടാണ് അറിയുന്നത്. പണ്ടത്തെ ലോകത്ത് മറ്റേ സൈഡിൽ എന്താ നടക്കുന്നതെന്ന് അറിയത്ത് പോലുമില്ല. ഇത് അങ്ങനെയല്ല, ഇതെല്ലാവരും അറിയും. സൂര്യൻ കറക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നത്. അപ്പം ക്ഷാമവും ഭൂകമ്പവും അവിടെ ഇവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റ് നോവിന്റെ ആരംഭം അത്രേ. അതായത് പ്രഗ്നൻസിയോടാണ് ഉപമിച്ചിരിക്കുന്നത്. ഈറ്റ് നോവാണിത്, ഇതല്ല അല്ലേ. നമ്മൾ പലപ്പോഴും പ്രഗ്നൻസിയോടെ കടന്നുപോയ സ്ത്രീകളുണ്ടെങ്കിൽ നമുക്കറിയാം, ആദ്യത്തെ കുറെ കൺട്രാക്ഷനൊക്കെ വരുമ്പോൾ അവർ പേടിച്ച് ഇതാണോ എന്ന്, എസ്പെഷ്യലി ആദ്യത്തെ കുഞ്ഞാണെങ്കിൽ ഹസ്ബൻഡും വൈഫും ടെൻഷൻ അടിച്ച് ഹോസ്പിറ്റലിൽ പോകും. അവർ പറയും ഇതൊന്നും അല്ല, തുടങ്ങിയതേ ഉള്ളൂ എന്നൊക്കെ അവർ പറയുന്ന പോലെ തന്നെ ഇത് ഈറ്റ് നോവാണ്, ഇതല്ല അടയാളം. മനസ്സിലായല്ലോ? അതായത് യുദ്ധങ്ങള്, യുദ്ധശ്രുതികള്, ജാതി ജാതിയോട് ചേർന്ന്, രാജ്യങ്ങളോട് ചേർന്ന്, ഇതല്ല. അപ്പൊ അടയാളം ഏതാ? അപ്പൊ ആദ്യമേ യേശു ക്രിസ്തു ഏതല്ല എന്നാ പറയുന്നത്. ഒരു വളരെ യുണീക്ക് ആയിട്ടുള്ള അതായത് ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി പോലെ ആദ്യമേ പോയിന്റ് ചെയ്തിട്ടല്ല പറയുന്നത്. ഇതൊന്നും അല്ല. ഇതൊക്കെ നിങ്ങൾ അധികം കേൾക്കും, ഇതല്ല. അപ്പം നമുക്ക് വേണ്ട ഭാഗം ഏതാ? ഇതിന്റെ 15ഉം 16. അതായത് ഇതിന്റെ കീ മോമെന്റ് എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 15ഉം 16ഉമാണ്. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ, ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദാനിയേൽ പ്രവാചകൻ പറഞ്ഞത് അത് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ യേശു ക്രിസ്തു എന്തോ പറയുന്നത്, ഞാനൊരു പുതിയ കാര്യം പറയാം എന്നല്ല പറയുന്നത്. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ, അതായത്
യേശു ക്രിസ്തുവും പിതാവും ചേർന്ന് എഴുതിയ ഒരു സ്ക്രിപ്റ്റ് നേരത്തെ ഒരു പ്രവാചകനായ ഡാനിയലിന് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് തിരിച്ചു പോകാനാണ് പറയുന്നത്. നമ്മൾ എഴുതിയ സ്ക്രിപ്റ്റിന്റെ കുറച്ച് ഭാഗങ്ങൾ ആ ഡാനിയൽ പ്രവാചകന് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് പോകാൻ. അപ്പൊ അവരോട്, ശിഷ്യന്മാരോട് എന്താ പറയുന്നത്? അവിടെ പോയി പഠിക്കാനാണ് ഈ പറയുന്നത്. ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ, അതായത് ഇതാണ് അടയാളം, ദ അബോമിനേഷൻ ഓഫ് ഡെസലേഷൻ, അതായത് മ്ലേച്ഛതയുടെ ചെയ്യുന്ന ഒരു അതിവിശുദ്ധ സ്ഥലം, അതായത് ദൈവത്തിന്റെ ആലയം, ദേവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്ത് നിന്ന് മ്ലേച്ഛതയിലേക്ക് അവിടെ ചെയ്യുന്നു എന്ന ന്യൂസ് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അതാണ് അടയാളം. അപ്പൊ ഇന്നത്തെ കാലത്ത് അവിടെ ഇന്നിപ്പോ ആലയം ഇല്ല. അപ്പൊ ദൈവത്തിന്റെ ആലയം പണിയുന്നു എന്ന് കേട്ട് കഴിയുമ്പോൾ നമുക്കറിയാം നമ്മുടെ സമയം അടുത്തു എന്ന്. ഇന്ന് ഇസ്രയേലിൽ യെരൂശലേമിൽ ദൈവത്തിന്റെ ആലയം ഇല്ല, യഹൂദരുടെ ആലയം ഇല്ല. ഈ ആലയം ഉണ്ടെങ്കിലേ ഇത് നടക്കുവാൻ കഴിയുള്ളൂ. അപ്പൊ ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്? ഈ ആലയം കിട്ടിക്കഴിയുമ്പോൾ അതിനുശേഷം നടക്കുന്ന ഒരു സംഭവമാണിത്. ഇത് എപ്പോഴാണ് നടക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം അരുളി ചെയ്തതുപോലെ ശൂന്യമാകുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചോളട്ടെ. അതായത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ എന്ന് പറയുമ്പോൾ ഏകദേശം എന്താ, നമുക്ക് അറിയാം നമുക്ക് എങ്ങനെ കാണുന്നത്. എങ്ങനെ കാണാൻ പോന്നേ? BBC കാണും, CNN കാണും, ഫോക്സ് ന്യൂസ് കാണും, ഏഷ്യാനെറ്റ് ഒക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഏഷ്യാനെറ്റ് ഇവരുമായിട്ടൊക്കെ ടൈപ്പ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. എന്തായാലും ന്യൂസ് ചാനൽസ് ഉണ്ട്, അവരെ കാണും, അത് എല്ലാവരും കാണും. അതുകൊണ്ടാണ്. അപ്പൊ വായിക്കുന്നവൻ ചിന്തിച്ചോളട്ടെ, അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോട്ടെ. അപ്പൊ ഏത് ജനത്തിനോടുള്ളതാണ് ഇത് പെർട്ടിക്കുലർലി പറയുന്നത്? യഹൂദിയിലുള്ളത്. നമ്മൾ കാണും, പലരും ഇത് കാണുമെങ്കിലും ഇതിന്റെ ഇമ്മീഡിയറ്റ് ഇഫക്റ്റ്, ഇതിന്റെ ഏറ്റവും കൂടുതൽ ഇത് സംഭവിക്കാൻ പോകുന്നത് യഹൂദയിലുള്ള ഇസ്രായേലുള്ളവർക്കാണ് ഇത് ബാധകം. ഞാൻ പറഞ്ഞതുപോലെ 6-ാം അധ്യായം മുതൽ യഹൂദർക്കും അവിടെ ഉള്ള ആ രാജ്യത്തിൽ നടക്കാൻ പോകുന്നവർക്കാണ് ഏറ്റവും ബാധകം. ദൈവത്തിന്റെ ജനം ആ സമയത്ത്, എൻ്റെ ഒരു ഒപ്പീനിയനാണ്, അത് സ്വർഗത്തിലായിരിക്കും. നമ്മൾ സ്വർഗത്തിൽ നിന്ന് ഉറ്റുനോക്കുന്ന ഒരു സമയമാകട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെയൊക്കെ പ്രതിഫലങ്ങളിൽ കൂടെ കടന്നു പോകും. പക്ഷേ ഇത് ഇമ്മീഡിയറ്റ്ലി നടക്കാൻ പോകുന്നത് യഹൂദയിലുള്ളവർ മലകളിൽ ഓടിപ്പോകട്ടെ. ലോകാരംഭം മുതൽ ഇന്ന് വരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതും, ഇത് 21 സംഭവിക്കുന്നതും ആയ വലിയ കഷ്ടമൊന്നുണ്ടാകും. അതായത് ഇതുവരെ നമ്മൾ കാണാത്തതും കേൾക്കാത്ത രീതിയിലുള്ള സംഭവങ്ങളായിരിക്കും അന്ന് യഹൂദയിൽ നടക്കാൻ പോകുന്നത്. അവിടെ മരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറം മരണം അവിടെ നടക്കും. തൻ്റെ ജനം അതിലൂടെ കടന്നു പോകും, ദൈവത്തിന്റെ ജനം അതിലൂടെ കടന്നു പോകും. ദൈവത്തിന്റെ ജനം എന്ന് പറയുമ്പോൾ യഹൂദർ അത് കടന്നു പോകും. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷപ്പെടുകയില്ല. വൃദ്ധന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. അതായത് എലക്ട് നിമിത്തമാണ്. മലയാളത്തിൽ വേറൊരു വേർഷൻ ഉണ്ടോ? 22. മലയാളത്തിൽ വേറൊരു വേർഷൻ ഉണ്ടെങ്കിൽ വായിക്കാം. തിരഞ്ഞെടുക്കപ്പെട്ടവർ, യെസ്, അതാണ് കറക്റ്റ്. അതാണ് ഇംഗ്ലീഷിൽ, അതാണ് കറക്റ്റ്. എന്റെ മലയാളം വേർഷൻ വളരെ വ്യത്യാസമാണ്. തിരഞ്ഞെടുക്കപ്പെട്ട, ദ എലക്ട്, അവര് നിമിത്തമാണ് ആ നാളുകൾ ദൈവം ചുരുക്കുവാണ്. കാരണം അവരെ രക്ഷിക്കാൻ വേണ്ടി ദൈവം ചുരുക്കുന്നതാണ്. അതായത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഭയാനകമായ നാളുകളാണ് അവിടെ നടക്കാൻ പോകുന്നത്. അതായത് ഹിറ്റ്ലർ 3-1 കൊന്നുവെങ്കിൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് 3-2 കൊല്ലും. ഹിറ്റ്ലർ യഹൂദരിൽ 3-1 കൊന്നു. ഇനി ഈ സംഭവം 3-2 കൊല്ലും. അത്രയ്ക്ക് മരണവും അത്രയും രക്തം ഒഴുകും. അതുകൊണ്ട് അത് ഭയാനകമായ ഒരു സംഭവമാണ്. ഇത് ദൈവത്തിന്റെ ജനം, അല്ലെങ്കിൽ 3 തിയറി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ ദൈവത്തിന്റെ ജനം ഇത് തുടങ്ങുന്നതിന് മുമ്പേ, മഹാവ്യാധിയുടെ ഈ ദിവസത്തിന് മുമ്പ്, ട്രിബുലേഷന് മുമ്പ് എടുക്കപ്പെടും. അല്ലെങ്കിൽ ചിലർ പറയുന്നു മിഡ് ട്രിബുലേഷൻ, അത് ഇടയ്ക്ക് വെച്ച് എടുക്കപ്പെടും. ഇതൊക്കെ നമ്മൾ ഒന്നുകൂടെ കടന്ന് നമ്മൾ ഇത് എടുക്കും. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. ഏറ്റവും അവസാനം പോസ്റ്റ് ട്രിബുലേഷൻ, അതായത് സഭ ഇതിലൂടെ കടന്നു പോകും. സഭ ഈ സമയത്ത് ഉണ്ടെങ്കിൽ വിശ്വാസികൾ മരണം കൈവരിക്കുകയേ ഉള്ളൂ, അല്ലെങ്കിൽ പിശാചിന്റെ മുദ്ര, ഏതെങ്കിലും ഒന്നെങ്കിൽ പിശാചിന്റെ മുദ്ര നമ്മൾ കൈവരിക്കും, അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി മരണം കൈവരിക്കും, ദൈവത്തിന്റെ ജനം ഇവിടെ ഉണ്ടെങ്കിൽ. പക്ഷേ യഹൂദർ, അവർക്ക് രക്ഷയില്ല. ഈ സമയം ഒരു ഭയാനകമായ സമയമാണ്. അപ്പൊ നമുക്ക്
കാരണം ഡാനിയലിന്റെ പുസ്തകത്തിലേക്ക് ദൈവം യേശുക്രിസ്തു കാണിക്കുന്നുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് പോവാം. കാരണം അതിലൊരു കീ ഉണ്ട്. ഡാനിയലിന്റെ പ്രവാചകന്റെ പുസ്തകം ഡാനിയൽ ചാപ്റ്റർ 9 9-ാം അധ്യായം. അതിന്റെ 9 3 കാര്യങ്ങൾ, അത് 3ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതിന്റെ 1 മുതൽ 19 വരെ ഡാനിയൽ പ്രവാചകന്റെ പ്രാർത്ഥനയാണ്. നിങ്ങൾ വായിക്കേണ്ട ഒരു ഭാഗമാണ്. അതായത് ഏത് തർജ്ജമയാണെങ്കിലും, മലയാളമാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഗ്രീക്ക് ആണെങ്കിലും, ആ പ്രവാചകൻ ദാനിയലിന്, ആ ദൈവജനത്തിന് വേണ്ടിയുള്ള ആ പ്രാർത്ഥന, ആ വേദന, അത് എല്ലാ തർജ്ജമയിലും അത് കടന്നു വരും. നമുക്കത് ഫീൽ ചെയ്യും. ഈ ദൈവദാസൻ എങ്ങനെയാണ് ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അവിടെ വളരെ അതിശയകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ബൈബിളിലെ 2 വ്യക്തികളെ കുറിച്ച് ഒരു കുറ്റവും പറയുന്നില്ല. അതിൽ ഒന്ന് ഡാനിയൽ പ്രവാചകനാണ്. 2 വ്യക്തികളെ കുറിച്ച് ബൈബിൾ ഒരു തെറ്റും പറയുന്നത്, അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതല്ല, തെറ്റ് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിൽ ഒന്ന് ഡാനിയലാണ്. അതായത് യാതൊരു തെറ്റും ദൈവം കാണാത്ത ഒരു വ്യക്തിയിൽ തന്റെ പാവത്തിന് വേണ്ടിയും തന്റെ ജനത്തിന് വേണ്ടിയും കരഞ്ഞ് നിലവിളിക്കുന്ന ഒരു പ്രവാചകനെ നമ്മൾ കാണുന്നത്. അത് ഡാനിയലിന്റെ 9-ാം അധ്യായം 1 മുതൽ 19 വരെ നിങ്ങൾ ദൈവം ചെയ്ത് കഴിഞ്ഞിട്ട് വായിക്കുക. ആ വേദന നിങ്ങളുടെ ഹൃദയത്തെ തൊടും. എങ്ങനെയാണ് ഈ ഒരു പ്രവാചകൻ ആ ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതെന്ന്. വെറുതെ അല്ല ദൈവത്തിന്റെ വെളിപാട് പ്രവാചകന് കൊടുക്കുന്നത്, ഡാനിയൽ പ്രവാചകന് കൊടുക്കുന്നത്. ഇതിന്റെ 20-ാം അധ്യായം മുതൽ, ഞാൻ 20-ാം വാക്യം മുതൽ വായിക്കാം. ഡാനിയൽ ചാപ്റ്റർ 9 വേഴ്സ് 20. ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുകയും എന്റെ പാപവും എന്റെ ജനമായ ഇസ്രായേലിന്റെ പാപവും ഏറ്റുപറയുകയും എന്റെ ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതത്തിന് വേണ്ടി എന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ അപേക്ഷ കഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അപ്പൊ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളി അലറിക്കരയെന്ന് വേണമെങ്കിൽ പറയാം. ആ വാക്കുകൾ വളരെ ശക്തമാണ്, വളരെ വേദന നിറഞ്ഞ വാക്കുകളാണ്. പറയുന്നുണ്ട്, ദൈവമേ, നമ്മുടെ നീതി പ്രവൃത്തി കൊണ്ടൊന്നും അല്ല, നിന്റെ നീതി, നിന്റെ കരുണ, അത് കൃപ നമ്മുടെ മേൽ വീഴണമേ എന്ന് മാത്രമാണ് വിളിച്ച് പറയുന്നത്. കാരണം തന്റെ ജനം തെറ്റ് ചെയ്യുമെന്നും അവര് പാപം ചെയ്യുമെന്നും പൂർണ്ണ ബോധ്യമുണ്ട്. പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പാപം എന്നാണ് പറയുന്നത്, എന്റെ പാപം എന്നാണ് പറയുന്നത് ഡാനിയൽ. അല്ലാതെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, അവരെ എങ്ങനെയെങ്കിലും വേണമെങ്കിൽ രക്ഷിച്ചോ എന്നല്ല പറയുന്നത്. ഈ നമ്മുടെ പാപം നിമിത്തം അത് വളരെയേറെ ഡാനിയലിനെ വേദനിപ്പിച്ചു. ഞാൻ എൻ്റെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഇത് 21 വേറെ വേർഷൻ വായിക്കുമ്പോൾ, എന്റെ വേർഷൻ ആക്ച്വലി കറക്റ്റ് അല്ല. 21 വായിക്കാമോ? 21. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദിയിൽ ഞാൻ അത്യന്തം ക്ഷീണിച്ചിരുന്ന സമയത്ത് ദർശനത്തിൽ കണ്ട ഗബ്രിയേൽ എന്ന പുരുഷൻ വേഗം പറന്ന് ഏകദേശം സന്ധ്യായാഗത്തിന്റെ സമയത്ത് എന്റെ അടുത്ത് വന്നു. അതായത് സന്ധ്യായാഗത്തിന്റെ സമയത്ത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഈ സന്ധ്യായാഗത്തിന്റെ കാര്യം പറയുന്നത് എന്തുകൊണ്ട്? സന്ധ്യായാഗങ്ങൾ എവിടെയാണ് ചെയ്യുന്നത്? ദൈവത്തിന്റെ ആലയം ഉള്ളിടത്താണ് യാഗങ്ങൾ അർപ്പിക്കുന്നത്. ആലയമേ ഇല്ല. ഇത് ഏകദേശം, അതായത് 70 വർഷമായിട്ട് ഇസ്രയേൽ എവിടെ കിടക്കുന്നു? ബാബിലോണിൽ കിടക്കുകയാണ്. അതായത് ദൈവത്തിന്റെ ആലയം അവിടെ ഇല്ല, നശിപ്പിച്ചു കളഞ്ഞിരിക്കുകയാണ്. എന്നാൽ യാഗത്തിന്റെ സമയത്തും ദൈവത്തിന്റെ പ്രവാചകൻ ദൈവത്തിന്റെ ആലയത്തിന്റെ ദിശ നോക്കി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഒരു ആലയമേ ഇല്ല. എന്നാലും ആ ആലയം ആ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് തുടച്ചു നീക്കുവാൻ സാധ്യമല്ല. അത് വെറും അത് അങ്ങനെ ഒരു ആലയമില്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല, ഇനി ഞാൻ എന്തിനു പ്രാർത്ഥിക്കണം എന്ന് ചിന്തിക്കേണ്ട പ്രവാചകൻ നേരെ തിരിച്ച് സന്ധ്യായാഗത്തിന്റെ സമയം ദൈവത്തിന്റെ ആലയത്തിലേക്ക് നോക്കി അലറി കരയുന്ന ഒരു പ്രവാചകൻ. ഇങ്ങനെ ഒരു പ്രവാചകൻ ഉണ്ടോ നമ്മുടെ കൂട്ടത്തിൽ? ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ടോ നമ്മുടെ കൂട്ടത്തിൽ? ശരിക്കും നെഞ്ചത് കൈവച്ച് നമുക്കിങ്ങനെ പറയാൻ കഴിയുമോ നമ്മളിങ്ങനെ ഇതുപോലെ നമ്മുടെ ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്? അസാധ്യമായ പ്രാർത്ഥനകളായിരുന്നു ഡാനിയൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്താണ് ഗബ്രിയേൽ വരുന്നത്. അപ്പൊ ആ യാഗത്തിന്റെ സമയത്തിന് തന്നെ ഗബ്രിയേൽ, അപ്പൊ ദൈവത്തിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കാൻ, അതായത് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ തന്നെ മറുപടി ആയിട്ട് വന്നതാണ്. എന്നാൽ ഇതിന് ഒരു വിടുതൽ കിട്ടുന്നത് ആ സന്ധ്യായാഗത്തിന്റെ നേരത്താണ്. എന്നോട് അടുത്ത് വന്നു. അവൻ വന്ന് എന്നോട് പറഞ്ഞത് എന്തെന്നാൽ, ദാനിയേലേ, നിനക്ക് ബുദ്ധി ഉപദേശിച്ച് തരേണ്ടതിന് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നു. നീ ഏറ്റവും പ്രിയനാകയാൽ. ഇംഗ്ലീഷിൽ ബിലവഡ്. ബൈബിളിൽ 2 പേരെ ബിലവഡ് എന്ന് വിളിക്കുന്നുള്ളൂ. ആരാന്നറിയാമോ? പഴയ നിയമത്തിൽ ആരാ? ഡാനിയൽ. പുതിയ നിയമത്തിൽ ആരാ? യോഹന്നാൻ. കറക്റ്റ്, ജോൺ. ഈ 2 വ്യക്തികൾക്കാണ് ദൈവം വരാനിരിക്കുന്ന വെളിപാട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അതിശയം തോന്നില്ലേ? അതായത് ദൈവം ഏറ്റവും പ്രിയപ്പെട്ടവർക്കാണ് വെളിപാട് കൊടുക്കുന്നത്, വരാനിരിക്കുന്ന കാര്യങ്ങളുടെ വെളിപാട്. പഴയ നിയമത്തിൽ ഡാനിയേൽ, പുതിയ നിയമത്തിൽ യോഹന്നാൻ. അതായത്
പഴയ നിയമത്തിൽ പണ്ട് ഡാനിയലിനോട് മുദ്രയിട്ട് വെക്കാൻ പറയുന്ന അതേ പുസ്തകം തുറക്കുമ്പോൾ വേറെ പ്രിയപ്പെട്ടവനായ യോഹന്നാൻ ദൈവത്തിന്റെ സന്നിധിയിലുണ്ട്. എനിക്ക് വളരെ അതിശയം തോന്നി. നീ ഏറ്റവും പ്രിയനാകിയാൽ നിന്റെ യാചനകളുടെ ആരംഭത്തിങ്കൽ തന്നെ കൽപ്പന പുറപ്പെട്ടു, നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നുമിരിക്കുന്നു. അതുകൊണ്ട് നീ കാര്യം ചിന്തിച്ച് ദർശനം ഗ്രഹിച്ചു കൊള്ളുക. അതിക്രമത്തെ 24 കൊണ്ടൊന്ന് വായിക്കാമോ? വീണ്ടും എന്റെ വേർഷൻ മാത്യു വർഗീസ് ഉണ്ടെങ്കിൽ അതായിരിക്കും കറക്റ്റ്. 24. അതിക്രമത്തെ അവസാനിപ്പിച്ച് പാവങ്ങൾ മുദ്ര വയ്ക്കുവാനും അകൃത്യത്തിന് പ്രായച്ചിത്തം ചെയ്ത് ശാശ്വത നീതി സ്ഥാപിക്കുവാനും ദർശനവും പ്രവചനവും മുദ്ര വയ്ക്കുവാനും അതിവിശുദ്ധ സ്ഥലത്തെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അപ്പം ഈ ഒരു 5 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതിക്രമത്തെ അവസാനിപ്പിച്ച് പാപങ്ങളിട്ട് മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായച്ചിത്തം ചെയ്ത് നിത്യ നീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിവിശുദ്ധമായവരെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അപ്പൊ വീണ്ടും ഞാൻ പറയുന്നു, ആർക്കാണ് ഇത് ബാധകിക്കുന്നത്? നിന്റെ ജനത്തിന്, വിശുദ്ധ നഗരത്തിന്. നിന്റെ ജനം എന്ന് പറയുന്നത് യഹൂദർക്ക്, വിശുദ്ധ നഗരം യെരുശലേമിന് 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. ഇനി ഈ 70 ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 70 വീക്സ് അല്ല. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 7 വർഷമാണ്. ഇസ്രായേൽ ജനത്തിന്, അതായത് യഹൂദർക്കറിയാം 70 ആഴ്ചവട്ടം എന്ന് ഉപയോഗിക്കുന്ന ആ വാക്കുണ്ടല്ലോ, അത് 70 into 7, അതായത് 490 years ആണ് കണക്ക്. അല്ലാതെ 70 വീക്സ് എന്നുള്ളതല്ല. ഒന്നുകൂടെ പറയാം, 70 ആഴ്ച നമ്മുടെ ഭാഷയിലാണ് 70 ആഴ്ച. ഹെബ്രായറില്, ഗ്രീക്കിലും അവർ എഴുതി വെച്ചേക്കുന്നത് ആ വാക്കുണ്ടല്ലോ, അത് 70 into 7 എന്നാണ്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ജൂബിലി എല്ലാം 7ന്റെ കണക്കിലാണ് പോകുന്നത്. ജൂബിലി ഇയർ, ജൂബിലി മലയാളത്തിൽ ജൂബിലി ഇയർ എന്തോ? ദി ഇയർ ഓഫ് ജൂബിലി എന്ന് പറയുന്നത്, അത് എന്റെ വാക്യം തരാം, അപ്പൊ അത് കുഴപ്പമില്ല. ലേവ്യ പുസ്തകം 25-ാം അധ്യായം അതിന്റെ 1 വായിക്കാമോ? യഹോവ സിയോൻ പർവ്വതത്തിൽ വെച്ച് മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത്, ഞാൻ നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം ദേശം യഹോവയ്ക്ക് ശബ്ബത്ത് ആചരിക്കണം. അതിന്റെ 15 ആണെന്ന് വയ്ക്കുമ്പോ അതിലൊരു കണക്ക് പറയുന്നുണ്ട്. ജൂബിലി വർഷത്തിന് ശേഷമുള്ള വർഷങ്ങളുടെ എണ്ണം അനുസരിച്ച് നിന്റെ കൂട്ടുകാരനോട് വാങ്ങുകയും. ജൂബിലി വർഷം എന്തെന്ന് ചോദിച്ചാൽ, അതായത് 7ന്റെ കണക്കാണ്. അതായത് 7 വർഷത്തിന്റെ 7 തവണ, അതായത് 49 വർഷം. 50ാമത്തെ വർഷമാണ് ജൂബിലി. മനസ്സിലായോ? 7ന്റെ കണക്ക് എല്ലാം ആ രീതിയിലാണ് പോകുന്നത്. 7 years. അത് വായിച്ചു. പിന്നെ 7 വർഷം ആണ്ടായ 7 വർഷം എണ്ണണം. അങ്ങനെ 7 ശബ്ബത്ത് ആണ്ടായ 49 വർഷം കഴിയണം. അപ്പോൾ 7-ാം മാസം 10-ാം തീയതി മഹാധ്വനി കാഹളം മുഴക്കണം. പാപപരിഹാര ദിവസത്തിൽ നിങ്ങൾ നിങ്ങളുടെ ദേശത്ത് എല്ലായിടത്തും കാഹളം ധ്വനിപ്പിക്കണം. അതായത് ഈ ജൂബിലി ഇയർ എന്ന് പറഞ്ഞാൽ ഈ 70 വർഷം, അതായത് 7ന്റെ 49 വർഷം കഴിഞ്ഞാൽ 50ാമത്തെ വർഷം അവര് ആ നിലത്ത് ഉഴുതരുത്, വിതയ്ക്കരുത്, കൊയ്യരുത്. അടുത്ത 1 വർഷം 50ാമത്തെ വർഷം ഷുഡ് ബി ലെറ്റ് ഫ്രീ. അവിടെ ഒന്നും ചെയ്യരുത്. കാരണം അപ്പൊ നിങ്ങൾ വിചാരിക്കും അവരെങ്ങനെ ജീവിക്കും? അത് അവസാനത്തെ വർഷം ഇരട്ടി ഹാർവസ്റ്റ് ആണ് കൊടുക്കുന്നത്. ഇരട്ടി അല്ല, ആക്ച്വലി അവർക്കുള്ള അടുത്ത 3 വർഷത്തേക്കുള്ള ഏകദേശം കൊയ്ത്ത് കൊടുക്കും ദൈവം. കാരണം ആദ്യത്തെ വർഷം റെസ്റ്റ് ചെയ്യണം, 50ാമത്തെ വർഷം റെസ്റ്റ് ചെയ്യണം, അടുത്ത വർഷം വിതയ്ക്കണം, അതിന്റെ അടുത്ത വർഷമാണ് കൊയ്ത്ത് വരുന്നത്. അപ്പൊ അത് വരെ നിൽക്കണം, അതുവരെ നിൽക്കാനുള്ള കൊയ്ത്ത് ദൈവം കൊടുക്കും. പക്ഷെ ദൈവത്തിന്റെ ജനമുണ്ടല്ലോ, ഇതനുസരിച്ചതേ ഇല്ല. ഈ 70 വർഷം ഡാനിയൽ ഇപ്പൊ അനുഭവിക്കുന്ന, ഡാനിയലിന്റെ ജനം അനുഭവിക്കുന്ന 70 വർഷത്തിന്റെ തടവുണ്ടല്ലോ ബാബിലോണില്, അത് സംഭവിച്ചെന്തുണ്ടെന്ന് അറിയോ? 70 വർഷം. അപ്പൊ എല്ലാം 50 വർഷവും 50ാമത്തെ വർഷം റെസ്റ്റ് ചെയ്യണം ഭൂമിയെ.
അത് 70 തവണ അവർ ചെയ്യാതെ വന്നപ്പോൾ ദൈവം പറഞ്ഞു, മതി, കണക്ക് ബോധിച്ചു. ഇനി നിങ്ങൾ 70 വർഷം നിങ്ങൾ ഞാൻ പറഞ്ഞത് കേൾക്കാത്തതുകൊണ്ട് 70 വർഷം വല്ലവന്റെ സൈഡിൽ പോയി കിടന്നോ. ഞാൻ എൻ്റെ സ്ഥലത്തിനെ ഞാൻ വിശ്രമം കൊടുക്കുന്നു. കാരണം നീ വിശ്രമം കൊടുക്കത്തില്ല, നീ ഞാൻ പറയുന്നത് കേൾക്കത്തില്ല, എനിക്ക് നിന്നെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുപോകാൻ നീ സമ്മതിക്കത്തില്ല. അപ്പൊ നീ എന്ത് ചെയ്യണം? നീ പോയി ബാബിലോണിന്റെ കീഴിൽ പോയി കഷ്ടപ്പെട്ടോ. ആ 70 വർഷം ഞാൻ എൻ്റെ സ്ഥലത്തിന് ഞാൻ റെസ്റ്റ് കൊടുക്കും. അപ്പൊ ബൈബിളിൽ പറഞ്ഞു വരുന്നത് എല്ലാം 7ന്റെ കണക്കിലാണ്. ഈ 70, അപ്പൊ 70 വീക്സ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? 70 × 7, 490 years. അല്ലാതെ 70 ആഴ്ചയല്ല, 70 × 7 വർഷങ്ങളാണ്. 490 years ആണ് ഈ പറയുന്നത്. ഓക്കെ, പറഞ്ഞു മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് അപ്പൊ ഈ പറയുന്നതെല്ലാം എവിടെയാണെന്ന് അറിയാമോ? ഒന്നുകൂടെ വായിക്കുക. 27 നമ്മൾ 25 വായിച്ചു, 24 വരെ വായിച്ചുള്ളൂ അല്ലേ? 25. അപ്പൊ 25 വായിക്കും. 9-ാം അധ്യായം 25 വായിച്ചേ. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിക്കേണ്ടത്, യെരൂശലേമിനെ യഥാസ്ഥാനത്താക്കി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം ആകുന്നു. 62 ആഴ്ചവട്ടം കൊണ്ട് അത് തെരുവീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. അതായത് മൊത്തത്തിൽ 69 ആഴ്ച, അല്ലെങ്കിൽ 69 വീക്സ് × 7, അത്രയും സമയമുണ്ട്. അതായത് 2 കാര്യങ്ങൾ വരുന്നുണ്ട്. യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ. അപ്പൊ എന്ന് മുതലാണ് ഈ ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്? യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാനുള്ള കൽപ്പന പുറപ്പെടുന്ന അന്ന് മുതൽ. അപ്പം മുതലാണ് ദൈവത്തിന്റെ ക്ലോക്ക് തിരിയുന്നത്. മനസ്സിലായോ? അന്ന് മുതൽ ക്ലോക്ക് തിരിയുവാണ്. അവിടെയാണ് സ്റ്റാർട്ട്. അവിടെ മുതലാണ് എണ്ണി തുടങ്ങുന്നത്. അന്ന് അവിടെ ഈ പറയുന്നത് 25-ാം അധ്യായം പറയുന്നത് 69 ആഴ്ചയുടെ കാര്യമാണ്. 4 ഉത്തരവുകൾ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. 4 ഉത്തരവുകൾ യെരൂശലേമിനെ 4 ഉത്തരവുകൾ. ഒന്ന് സൈറസ് രാജാവ് വിട്ട ഉത്തരവ്, ഒന്ന് ഡാരിയസ് രാജാവ് വിട്ട ഉത്തരവ്, പിന്നെ ആർട്ടസേഴ്സസ് എന്ന് പറയുന്ന ആള് രാജാവ് 2 ഉത്തരവുകൾ പറയുന്നുണ്ട്. അതൊന്ന് എസ്രയുടെ 7-ാം അധ്യായത്തിലും മറ്റേ നെഹമ്യായിലെ 2-ലും. പക്ഷേ ഈ അവസാനം പറഞ്ഞ നെഹമ്യാ പുസ്തകത്തിൽ പറഞ്ഞ ഉത്തരവ് മാത്രമാണ് ആ സിറ്റിയെ പണിയാൻ പറയുന്നത്. ഇവിടെ പറയുന്നത് ആലയത്തെ പണിയുന്നത്. മറ്റേ 3 ഉത്തരവുകളും ആ ദൈവത്തിന്റെ ആലയത്തെ പണിയുവാനുള്ള ഉത്തരവുകളായിരുന്നു. പക്ഷെ അവസാനത്തെ ആർട്ടസേഴ്സസ് പറയുന്ന നെഹമ്യാ പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിൽ 5 മുതൽ 8 വരെയുള്ളത് ആ സിറ്റിയെ പണിയാനാണ്. അപ്പൊ നമ്മുടെ ഇവിടെ ഏതാണ്? യെരൂശലേമിനെ പണിയുവാനുള്ള ആ ഉത്തരവാണ്. അതാണ് നമ്മുടെ ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇത് പറയുന്നത് പറഞ്ഞാൽ, ദിസ് ഇസ് എ വെരി ആക്യുറേറ്റ് ഡോക്യുമെന്റ്. ഇതിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു പുള്ളി തെറ്റാതെ സംഭവിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. നിങ്ങൾ വിചാരിക്കും ഇത് എന്താണ് ഇവിടെ നടക്കുന്നത്. ഇത് ഈ എണ്ണം എഴുതി വെച്ചേക്കുന്നത് എന്തിനാണെന്നറിയാമോ? കൃത്യമായിട്ട് ഇത് നടക്കും. അപ്പൊ എന്ന് മുതലാണ് തുടങ്ങുന്നത്? യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്ന അന്ന് മുതലാണ് ഈ ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് മുതലാണ് 69 ആഴ്ച. ഈ 69 ആഴ്ച കഴിഞ്ഞിട്ട് ഒരു ഇന്റർവെൽ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് 70-ാം ആഴ്ച തുടങ്ങുന്നത്. നമ്മൾ വായിച്ച വെളിപാടിന്റെ 6-ാം അധ്യായം ഉണ്ടല്ലോ, അത് 70-ാം ആഴ്ചയിൽ നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ നമ്മുടെ ഇപ്പൊ ഏത് കാലഘട്ടത്തിലാ? നമ്മൾ ഈ ഇന്റർവെല്ല 69 to 70 നടക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പൊ അതേ സമയമുണ്ടോ നമുക്ക്? 69 ആഴ്ചകൾ കഴിഞ്ഞു. 69 × 7 years കഴിഞ്ഞു. ഇനി ഉള്ള 70-ാം ആഴ്ച തുടങ്ങണം. അതിന്റെ തുടക്കം എപ്പോ തുടങ്ങും? അതിവിശുദ്ധ സ്ഥലത്ത് മ്ലേച്ഛത കാണുമ്പോൾ, ദ അബോമിനേഷൻ ഓഫ് ഡെസലേഷൻ. അത് പറയുന്നുണ്ട്. അടുത്തത് സംഭവിക്കാൻ പോകുന്ന പറയുന്നത്, ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് ആ കാലഘട്ടത്തിനെ കുറിച്ചാണ്. ഇതുവരെ, അതായത് 25-ാം വാക്യം പറയുന്നത് ഏതാ? 69 ആഴ്ചകളുടെ കഥയാണ്. ഇനി പറയാൻ പോകുന്നത് 70-ാം ആഴ്ചയുടെ കഥയാണ്. 26 വായിക്കാം. അഭിഷിക്തൻ 62 ആഴ്ചവട്ടം കഴിഞ്ഞ് ഛേദിക്കപ്പെടും. അവൻ ആരും ഇല്ലാതാകും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും.
അതിന്റെ അവസാനം ഒരു പ്രളയത്തോടുകൂടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും. ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അവൻ ഒരാഴ്ച 62 ആഴ്ചയോടെ കഴിഞ്ഞിട്ട്, അപ്പൊ 62 62 വീക്സ് കഴിഞ്ഞ്, 62 into 7 വർഷങ്ങൾ കഴിഞ്ഞിട്ട് അഭിഷക്തൻ ഛേദിക്കപ്പെടും. ഈ അഭിഷക്തൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. കാരണം ഇംഗ്ലീഷിൽ ദി അനോയിന്റഡ് വൺ. യേശു ക്രിസ്തുവിനെ ക്രൂശ് മരണത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. അഭിഷക്തൻ ഛേദിക്കപ്പെടും, അവൻ ആരും ഇല്ലെന്ന് വരും. ഇത് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന കാര്യമാണ്. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭു, ഇത് യേശു ക്രിസ്തു അല്ല, ഇത് എതിർ ക്രിസ്തുവാണ്. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭു, ഇത് ബൈബിളില് എതിർ ക്രിസ്തുവിന് ഉപയോഗിക്കുന്ന ടൈറ്റിലാണിത്. തെറ്റിപ്പോകരുത്. ആദ്യം പറയുന്ന അഭിഷക്തൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. രണ്ടാമെന്ന് പറയുന്ന പിന്നെ വരാനിരിക്കുന്ന പ്രഭു എന്ന് പറയുന്നത് എതിർ ക്രിസ്തുവാണ്. പിന്നെ വരാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവന്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധം ഉണ്ടാകും. ശൂന്യങ്ങളും നിർണയപ്പെട്ടിരിക്കുന്നു. ഇനി 27, ഇതാണ് 70-ാം ആഴ്ച. ഓക്കെ, 70-ാം ആഴ്ച സ്റ്റാർട്ടിംഗ് ആണ്. അവൻ ഒരു ആഴ്ച വട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. അതായത് ഇത് അവസാനത്തെ 7 വർഷം. 70-ാമത്തെ ആഴ്ച എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയേ ഉള്ളൂ. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 7 വർഷം. ആ ഒരു ആഴ്ച വട്ടം എന്ന് പറഞ്ഞാൽ 7 years. മനസ്സിലായല്ലോ? അവൻ ഒരു ആഴ്ച വട്ടത്തേക്ക് എന്ന് പറഞ്ഞാൽ 7 വർഷത്തെ കാര്യം പറയുന്നത്. പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നതിന്റെ മേൽ കോപം ചൊരിയും. അതായത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇതിന്റെ സ്റ്റാർട്ട് എപ്പോഴാണെന്ന് അറിയാമോ? അതായത് ഈ ഭൂമിയിൽ ഒരു എതിർ ക്രിസ്തു, ഒരു ഡിക്റ്റേറ്റർ ആയിരിക്കാം, വളരെ പവർഫുൾ ഒരു വ്യക്തി, ഇസ്രയേലുമായിട്ട് ഒരു ട്രീറ്റി അറിയാലോ, ഒരു ട്രീറ്റി സൈൻ ചെയ്യും. അവർക്ക് സമാധാനം കൊടുക്കും. അവർ പറയും, ഇനി ഞാനുണ്ട് നിന്റെ കൂടെ, നിങ്ങളെ ആരും തൊടുകയില്ല, നിങ്ങൾക്ക് വേണ്ടത് ഇസ്രയേലെ ചെയ്തുകൊണ്ടോ, ഞാൻ നിങ്ങളുടെ കൂടെ. അതൊരു 7 year ട്രീറ്റിയാണ്. 7 വർഷത്തേക്കുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു ട്രീറ്റി സൈൻ ചെയ്യും ഈ വ്യക്തി ഇത് സൈൻ ചെയ്യും. അത് നടക്കുകയും തന്നെ ചെയ്യും. അത് 3.5 വർഷത്തേക്ക് ഇസ്രായേലിൽ സമാധാനം ഉണ്ടാവും. എന്റെ കണക്ക് ഞാൻ വിചാരിക്കുന്നത് ആ സമയത്ത് തന്നെ ആയിരിക്കും ആലയം പണിയുന്നതും. ഇന്നും സമാധാനമില്ല, അവിടെ ആലയവും ഇല്ല. അപ്പൊ ആ സമാധാനത്തിന്റെ സമയത്തായിരിക്കാം ഒരു പക്ഷേ അവർ ആലയം പണിയുന്നത്. പക്ഷെ ഇതിന്റെ കൃത്യം 3.5 വർഷം കഴിയുമ്പോൾ ഈ പാർട്ടി ബിക്കംസ് വെരി പവർഫുൾ. ഈ ട്രീറ്റി വെച്ച ഡിക്റ്റേറ്റർ ഉണ്ടല്ലോ, എതിർ ക്രിസ്തു ഉണ്ടല്ലോ, പറയും, ഒരു കാര്യം ചെയ്യ്, ഇനി ഞാൻ പറയുന്ന പോലെ കാര്യം നടക്കുള്ളൂ, ഞാൻ ഈ ട്രീറ്റി അങ്ങ് ക്യാൻസൽ ചെയ്യാം. എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം, എന്തെങ്കിലും കാരണം കൊണ്ടാകുമായിരിക്കാം. പക്ഷെ ആ 3.5 വർഷം കഴിയുമ്പോൾ ആ വ്യക്തി പറയും, ഇത് നിർത്തലാക്കാൻ പറയും. അവിടെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. മ്ലേച്ഛതകളുടെ ചെറുകന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. ഇംഗ്ലീഷിൽ ദ അബോമിനേഷൻ ഓഫ് ഡെസലേഷൻ. ഈ വ്യക്തി ആ അതിവിശുദ്ധ സ്ഥലത്ത്, ദൈവത്തിന്റെ ആലയം ഓർമ്മയുണ്ടോ? അതിവിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലം, പിന്നെയാണ് ഔട്ടർ കോർട്ട്, ഓർമ്മയുണ്ടല്ലോ? അതിവിശുദ്ധ സ്ഥലത്താണ് ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്നത്. അപ്പൊ ഈ പെട്ടകം ഇരിക്കുന്ന അതിവിശുദ്ധ സ്ഥലത്ത് ഈ വ്യക്തി ചെന്ന് അതിനെ മ്ലേച്ഛതയാക്കി കളയും. അന്ന് മുതൽ പിന്നെയുള്ള 3.5 വർഷമാണ് ദ ഗ്രേറ്റ് ട്രിബുലേഷൻ. ആ സംഭവിക്കുന്നതാണ് വെളിപാടിന്റെ 6-ാം അധ്യായത്തിൽ പറയുന്നത്. ഈ 7 വർഷക്കാലം മുതൽ സംഭവങ്ങൾ, ആദ്യത്തെ മുദ്ര തൊട്ട് ഈ 7 വർഷത്തിൽ തുടക്കം മുതൽ സ്റ്റാർട്ട് ചെയ്യും. അതിന്റെ പകുതിക്ക് വെച്ച് കടുക്കും. അവന്റെ അവസാനത്തെ 3.5 വർഷമാണ് യേശു ക്രിസ്തു ഇറങ്ങി വരുന്നത്. ഇറ്റ് ഈസ് ദ ഫൈനൽ ഷോ ഡൗൺ. പറഞ്ഞു മനസ്സിലായോ? അതായത് ഒന്നുകൂടെ നമുക്ക് പോവാം. എനിക്ക് തല പോയെന്നറിയാം. നമുക്ക് ഒന്നും കൂടെ ഈ സെഷൻ കൂടെ പോവും, എന്നാലും കുഴപ്പമില്ല. നമ്മുടെ ക്ലോക്ക് എവിടെയാണ്? ഇസ്രായേലിന്, അതായത് അന്ത്യകാലം എന്ന് പറയുന്ന അടയാളം എവിടെയാണ്? യെരുശലേമിലാണ്. യെരുശലേമില് ദൈവത്തിന്റെ ദേവാലയം പണിത് കഴിയുമ്പോൾ അവിടെ മ്ലേച്ഛതയുടെ ആ ചെറുകന്മേൽ ശൂന്യമാക്കുന്നവൻ എതിർ ക്രിസ്തു നിന്നിട്ട് മ്ലേച്ഛത ചെയ്യും. പക്ഷെ അതിന് മുമ്പ്, അതായത് അനോയിന്റഡ് ആയിട്ടുള്ള യേശു ക്രിസ്തു മരിച്ചതിന് ശേഷം വേറൊരു വ്യക്തി വരുന്നുണ്ട്. ആ വ്യക്തി ഇസ്രായേലുമായിട്ടൊരു ട്രീറ്റി വെക്കും. ഒരു 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 അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് സൈൻ ചെയ്തിട്ട് പറയും, സമാധാനം, ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യും.
അതിന്റെ പേരിൽ ദൈവത്തിന്റെ ആലയം പൊങ്ങും. ദൈവത്തിന്റെ ആലയം പൊങ്ങി അതിന്റെ ഒരു 3.5 വർഷം കൃത്യമായി കഴിയുമ്പോൾ പുള്ളി അതിന്ന് ഒഴിയും. അന്ന് മുതലാണ് ഈ ജൂഡയിൽ ഇറങ്ങി ഓടിക്കൊള്ളാൻ പറഞ്ഞില്ലേ, അത് ആ 3.5 വർഷക്കാലമാണ്. ആദ്യത്തെ 3.5 വർഷക്കാലം സമാധാനം, അവസാനത്തെ 3.5 വർഷമാണ് ആ മഹാകഷ്ടകാലം. അപ്പൊ എന്തൊക്കെ മനസ്സിലായി? ഇത് കണ്ടിട്ടാണ്, ഇത് അറിയാവുന്നതുകൊണ്ടാണ് യേശുക്രിസ്തു യെരൂശലേമിനെ നോക്കി കരഞ്ഞത്. നമുക്ക് മനസ്സിലാവും. അതായത് ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായം അതിന്റെ 41 വാക്യം. ഇത് വളരെ ഇമോഷണൽ സീനാണ്. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞു എങ്കിൽ കൊള്ളാമായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശന കാലം നീ അറിയാത്തത് കൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് 4 പുറത്തും ഞെരുക്കി നിന്നുള്ളതിന്റെ മക്കളെ നിലത്ത് തള്ളിയിട്ട് നിങ്ങളിലേക്ക് കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. ഇത് ഓർത്ത് യേശുക്രിസ്തു കരയുക. രാജാവായിട്ട് വരുന്ന ഒരു സമയമാണ് ഈ കാര്യം പറയുന്നത്. അതായത് അതുവരെ പല തവണ യേശുക്രിസ്തുവിനെ രാജാവാക്കാൻ പലരും നോക്കി, ശിഷ്യന്മാരും നോക്കി, യേശുക്രിസ്തു അനുവദിച്ചില്ല. പക്ഷെ അന്ന് യേശുക്രിസ്തു തന്നെ ഓർഗനൈസ് ചെയ്യുവാണ് ആ ഇവന്റ്. അത് പരീക്ഷന്മാരെന്ന് പറയുന്നുണ്ട്, നിന്റെ ശിഷ്യന്മാരോട് പറ ഈ പാട്ടൊക്കെ നിർത്ത്, മെസ്സിഹ നഗീദ് എന്നാ പറയുന്നത്. അതായത് മസീഹ ആവുന്ന രാജാവ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് അവർ പാടിയപ്പോൾ പറഞ്ഞു, ആ പാട്ട് നിർത്ത്, നിന്റെ ശിഷ്യന്മാർക്ക് എന്താ പാടുന്നതെന്ന് അറിയത്തില്ല, ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന പാട്ടാണ്, നീ നമ്മുടെ മസീഹയല്ല, നീ നല്ല റാബായാണ്, പക്ഷെ ഇവർ പാടുന്നത് എന്താണെന്ന് അറിയാവോ, നമ്മുടെ രാജാവ്, ഇസ്രായേലിന്റെ രാജാവ് വരുന്നതിനെ കുറിച്ചാണ് ഈ പാടുന്നത്, നീയാണോ ആ രാജാവ് കഴുതപ്പുറത്ത് വരുന്നത്? അപ്പം യേശുക്രിസ്തു പറയുന്ന മറുപടി എന്താ അറിയോ, ഇവരിന്ന് പാടിയില്ലെങ്കിൽ കല്ലുകൾ എണ്ണിച്ച് ഇന്ന് പാടും എന്നാണ് പറയുന്നത്. അത് പുള്ളി നിർത്തിയില്ല. അത് അവർക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ആരാ ഇത് പ്രവചിക്കുന്നറിയോ? സെക്രിയ പ്രവാചകൻ അത് പറയുന്നത്. സെക്രിയാവിന്റെ 9:9 നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ കൃത്യം എഴുതി വെച്ചിട്ടുണ്ട്. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക, യെരൂശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനും ആയി കഴുതപ്പുറത്ത് പെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു. എന്ത് കൃത്യമായിട്ട് എഴുതി വെച്ചു. പക്ഷേ ദൈവത്തിന്റെ ജനം അത് മനസ്സിലാക്കില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, നിന്റെ സന്ദർശന കാലം നീ അറിയാത്തത് കൊണ്ട്. അവരറിഞ്ഞിരുന്നുവെങ്കിൽ അവരെ രാജാവായി സ്വീകരിച്ചിരുന്നെങ്കിൽ അവിടെ തീരും. പക്ഷേ അവർ സ്വീകരിക്കാത്തത് കൊണ്ടാണ് അവൻ നമ്മുടെ രാജാവായി തീർന്നത്. യെരൂശലേമിന് ദൈവം തന്റെ മക്കൾക്ക് കുറച്ചു നാളത്തേക്ക് കണ്ണിന് മറച്ചു കളഞ്ഞു. നമുക്ക് വേണ്ടി തന്നെയാണത്. അപ്പൊ നമ്മളിപ്പോ എവിടാ നിൽക്കുന്നത്? 69-ാം ആഴ്ചയുടെയും 70-ാം ആഴ്ചയുടെയും ഇടയ്ക്ക് നിൽക്കുകയാണ്. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഇതെല്ലാം യേശുക്രിസ്തുവിന്റെ 2ാം വരവിനെ കുറിച്ചാണ് പറയുന്നത്. യേശുക്രിസ്തു നമ്മളെ വന്ന് കൊണ്ടുപോകുന്നത്, അതായത് റാപ്ചർ എന്ന് പറയുന്നത് വേറെ കാര്യമാണ്. നമ്മളെ കൊണ്ടുപോകാൻ ഇന്ന് വരാം. ഒന്നുകൂടെ പറയാം, യേശുക്രിസ്തുവിനെ നമ്മളെ മധ്യാകാശത്ത് നിന്ന് വരുന്നതിനെ അല്ല 2ാം വരവ്. 2ാം വരവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. ഏതാ? ആലയം പണിയണമെന്നും അതിന്റെ നടുവിൽ നിന്ന് മ്ലേച്ഛത നടക്കണമെന്നും അതിന് ശേഷമാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നും യേശുക്രിസ്തു വരുന്നതിനെ കുറിച്ചും. റാപ്ചർ എന്ന് പറയുന്ന കാര്യം അത് വേറെയാണ്. യേശുക്രിസ്തുവിനെ ഇന്ന് നമ്മളെ വന്ന് വിളിക്കാം. നിങ്ങൾ തയ്യാറാണോ? നമ്മൾ ചിലപ്പോൾ ഈ 70-ാം ആഴ്ചയിലൊക്കെ PhD ഒക്കെ എടുക്കും. പക്ഷെ യേശുക്രിസ്തു ഇന്ന് വരുന്നത് തിരിച്ചറിയാതെ മ്ലേച്ഛതകൾ ജീവിച്ച് ഇവിടെ ഇട്ടിട്ട് പോയെങ്കിലോ? നീ എന്റെ ജനമല്ലെന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങൾ ഞാൻ അങ്ങനെയൊക്കെ പറ്റുമോ? ഉണ്ടല്ലോ, ഉപമയുണ്ടല്ലോ. മണവാളൻ വന്നിട്ട് കേറാൻ പറ്റാത്ത കുറച്ചുപേരുണ്ടല്ലോ. എന്തിനാ ഉപമ പറഞ്ഞേ? നമ്മളിപ്പോ ഈ 70 ആഴ്ച നിങ്ങൾ തല പോയിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ അറിയണ്ട, അടുത്ത ആഴ്ച വരുമ്പോൾ അത് മനസ്സിലാവും. പക്ഷേ യേശുക്രിസ്തു ഇപ്പോൾ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരാം നമ്മളെ എടുക്കാൻ. ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിന്റെ സമയമായില്ല. ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിനാണ് 70. ഇതെല്ലാം ഡാനിയേൽ പ്രവാചകനും വെളിപാടിന്റെ 6 മുതൽ ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത്. ആ ദേശത്തും യെരൂശലേമിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് പറയുന്നത്.
സഭയ്ക്ക് ഇന്ന് കൊണ്ടുപോകാം, തന്റെ മണവാളൻ വന്ന് മണവാട്ടിയെ കൊണ്ടുപോകാം. നമ്മളാണ് ആ മണവാട്ടി. ഇത് പലർക്കും പിടികിട്ടിട്ടില്ല. നമ്മൾ വീണ്ടും ജീവിക്കുകയാണ് തോന്നിവാസം. നമ്മൾ എന്നിട്ട് ഇതൊക്കെ പഠിച്ചിട്ട് പലരുടെ മേലെ കുതിരയൊക്കെ കയറും, നിനക്കിത് അറിഞ്ഞൂടാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ദൈവത്തിന്റെ ജനമേ, നമ്മൾ വളരെ വളരെ അടുത്തിരിക്കുകയാണ്. നമുക്ക് നിങ്ങൾക്ക് ന്യൂസിൽ നിന്ന് അറിയാം, പല ട്രീറ്റുകളും വന്നു തുടങ്ങി. അധികം നാളില്ല അതിന്. എന്ന് ഇസ്രയേല് സമാധാനത്തിന്റെ ഒരു ട്രീറ്റി വരുന്നു, അന്ന് ഓർത്തോ, നമുക്ക് ദിവസങ്ങളോ ഇനി എത്ര നാളുകളോ ഉണ്ടോ എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റത്തില്ല. കാരണം ബൈബിളിന്റെ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ ഈ സഭയില്ല ഇവിടെ ഇത് നടക്കുമ്പോൾ. അങ്ങനെ ആവാതിരിക്കട്ടെ. ഇത് നടക്കുമ്പോൾ നമ്മളിവിടെ ഉണ്ടെങ്കിൽ മരണം കൈവരിച്ചോ, അതായിരിക്കും നല്ലത്. ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായോ? വേറെ വഴിയൊന്നുമില്ല. അത് ഒന്നെങ്കിൽ കൊല്ലും, പിശാച് കൊല്ലും. അല്ലാതെ നമ്മളെ ആ സോറി എന്ന് പറഞ്ഞൊന്നും വിടത്തൊന്നുമില്ല. അല്ലെങ്കിൽ പിശാചിനെ മുദ്ര ഏൽക്കണം. ഇവിടെ ഈ സമയത്ത് വിശ്വാസികൾ ഉണ്ടാവും കേട്ടോ. അതായത് വിശ്വാസികൾ ഇത് മനസ്സിലാക്കി ക്രിസ്തുവിലേക്ക് വരുന്നവരുണ്ടാവും. അതുകൊണ്ടാണ് അവർക്ക് രണ്ട് ചോയ്സേ ഉള്ളൂ. ഒന്നെങ്കിൽ, അതായത് നിങ്ങൾ ഒരു പക്ഷേ ആരോടെങ്കിലും സുവിശേഷം പറഞ്ഞു വിചാരിക്കുക, നിങ്ങൾ എടുക്കപ്പെട്ടു, ആ സുവിശേഷം പറഞ്ഞവർ മനസ്സിലാക്കി, ഇനി ഈ ബൈബിൾ സ്റ്റഡിയിൽ ആരെങ്കിലും വന്ന് വിചാരിക്കുക, ഈ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ട് ആര് കേട്ടെന്ന് വിചാരിക്കുക, അവർ അന്ന് തന്നെ തള്ളിക്കളഞ്ഞു. പക്ഷെ പിന്നീട് അവർക്ക് മനസ്സിലായി ഇവർ പറയുന്നതെല്ലാം സത്യമായിരുന്നു. അവരെ ഒന്നും കാണാനില്ല, തപ്പിയിട്ട് കാണാനില്ല, അവരെ ക്രിസ്തു കൊണ്ടുപോയി. അതായത് ഇനി ഈ നിൽക്കുന്ന എതിർ ക്രിസ്തു ഒരു നാളാണ്. അവർക്കൊരു അവസരമുണ്ട് എതിർ ക്രിസ്തുവിന്റെ മുദ്ര ഏൽക്കാതെ ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ. അവരും സ്വർഗത്തിൽ കയറും. അപ്പൊ നമ്മൾ എവിടെ എത്തി? 69 ആഴ്ച, 69 വീക്സിന്റെയും 70 ആഴ്ചയുടെയും നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ ഇന്റർവെല്ലാണ് നിൽക്കുന്നത്. അതായത് ഇന്ന് നമുക്ക് ക്രിസ്തു വന്നാൽ നിങ്ങൾ റെഡിയാണോ? നമ്മൾ 70 ആഴ്ച ഒന്നും കൂടെ അടുത്ത ആഴ്ച നന്നായിട്ട് പഠിക്കും, ഡോണ്ട് വറി. അതിന് ഒന്നും കൂടെ ഞാൻ പറയാൻ 3 ഭാഗങ്ങൾ വായിച്ചു നിങ്ങൾ റെഡിയായി നിൽക്കുക. ഡാനിയലിന്റെ 9-ാം അധ്യായം വായിക്കുക, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം വായിക്കുക, മാർക്കോസിന്റെ 13-ാം അധ്യായം വായിക്കുക. സെയിം ആണ് വെളിപാടിന്റെ 6. റൈറ്റ്? അപ്പോൾ 69-ാം ആഴ്ച, 70-ാം ആഴ്ചയുടെ നടുവിൽ നിൽക്കുന്ന ദൈവത്തിന്റെ ജനമേ, വളരെയേറെ പ്രാർത്ഥനയിലും നമ്മുടെ ജീവിതം ഒരുക്കിക്കൊണ്ടു റെഡിയാക്കിക്കോ. ബി പ്രിപ്പയർഡ് ഫോർ ദ കിങ് ഇസ് കമ്മിങ്. രാജാവ് വരുവാൻ വളരെ സമയമെടുത്തു. അതിന്റെ എല്ലാ ഈറ്റുനോവുകളും നമ്മുടെ ചുറ്റുമുണ്ട്, അല്ലേ? അതൊന്നും കുറയുന്നതായിട്ടില്ല. ലോകം ഇനി പറയാൻ വന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ലോകം പറയും എല്ലാത്തിനും സമാധാനം വരുന്നു, ബൈബിൾ പറയുന്നു സമാധാനം ഇല്ല. ലോകം പറയുന്നു ഇനി യുദ്ധങ്ങൾ കുറയും, ഇല്ല, യുദ്ധങ്ങൾ കൂടാൻ പോവുകയാണ്. ലോകം പറയുന്നു മെഡിക്കലി നമ്മൾ ബെറ്റർ ആകാൻ പോവുകയാണ്, രോഗങ്ങളിന്മേൽ നമ്മൾ ജയം കൈവരിക്കും. ബൈബിൾ പറയുന്നു മഹാവ്യാധികൾ ഇറങ്ങാൻ പോവുകയാണ്. അതായത് തിങ്സ് ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് ബെറ്റർ, തിങ്സ് ആർ ഗോയിങ് ടു ഗെറ്റ് വേഴ്സ്. ബട്ട് പ്രൈസ് ഗോഡ്, ദ ചർച്ച് ഈസ് ഗോയിങ് ടു ബി വിത്ത് ദ ഫാദർ. നിങ്ങൾ ആ കൂട്ടത്തിലാണോ? അത്രയും ഞാൻ ചോദിക്കുന്നുള്ളൂ. ഈ ബൈബിൾ സ്റ്റഡിയിൽ നിങ്ങൾക്ക് വേറെ ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഇത് മനസ്സിലായാൽ മതി. ഇന്ന് ക്രിസ്തു നിങ്ങളെ വിളിക്കാൻ വന്നാൽ നിങ്ങൾ റെഡിയാണോ? അതോ നമ്മൾ ദൈവസന്നിധിയിൽ തലകുനിച്ച് ചെയ്യേണ്ടി വരുമോ? അപ്പൊ നമുക്ക് ഒരുങ്ങാം ദൈവത്തിന്റെ ജനമേ. ദൈവവചനവുമായിട്ടിരുന്നു നമുക്കിത് മനസ്സിലാവും. ഡോണ്ട് വറി. സാധാരണക്കാർക്ക് വേണ്ടി എഴുതിയതാണ് വെളിപാട്. സാധാരണ സഭയ്ക്ക് വേണ്ടി എഴുതിയതാണ് വെളിപാട്. അല്ലാതെ ഈ വെളിപാട് സ്പെഷ്യലിസ്റ്റിന് മാത്രം മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതല്ല വെളിപാട്. 7 സഭയ്ക്ക് എഴുതിയതാണ്. അവിടെ നമ്മളെപ്പോലെ സാധാരണക്കാരാണ്. നമ്മൾ യഹൂദരല്ലാത്തതുകൊണ്ടും ആ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകാത്തതിന്റെ ഭാഗമുള്ളൂ. പക്ഷെ തീർച്ചയായും നമുക്ക് മനസ്സിലാവും. ആ ഭാഷാപരമായ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ഡാനിയലിന്റെ 9-ാം അധ്യായം, മത്തായിയുടെ ആ പറഞ്ഞ രണ്ട് ഭാഗവും 6-ാം അധ്യായം റെഡി ആയിക്കോ. അടുത്ത ആഴ്ച ഒന്നുകൂടെ നിങ്ങൾക്ക് അത് എളുപ്പമാവും. അപ്പം ഗോഡ് ബ്ലെസ് യു ഓൾ. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഗെറ്റ് റെഡി, ഗെറ്റ് പ്രിപ്പയർഡ്. രാജാവ് വരാൻ സമയമായി. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വസിക്കുന്നവനെ, അപ്പാ, അങ്ങയുടെ സന്നിധി നമ്മൾ വീഴുന്നു. അപ്പാ, നമ്മൾ ആരാധിക്കുന്ന ദൈവം ആരാണ്? ഈ സ്വർഗത്തിലുള്ളതെല്ലാം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും വരെ മാറിപ്പോകും. ആകാശം ഇങ്ങോട്ടോ മാറിപ്പോകും. ഇതിനെല്ലാം സൃഷ്ടിച്ചവനായ യഹോവയാണല്ലോ നമ്മൾ ആരാധിക്കുന്നത്. നമ്മൾ അങ്ങയുടെ കൂടെ ആയിരിക്കുമല്ലോ ആ സമയത്ത്. യെരുശലേമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പാ,
അങ്ങയുടെ അങ്ങ് ഒരുക്കി വെച്ചിരിക്കുന്ന ആ ദൈവജനത്തിനെ, അങ്ങ് എണ്ണം വെച്ചിരിക്കുന്ന ആ ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ കഷ്ടകാലത്ത് അവർ അതിൽ കൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് കൃപ ലഭിക്കട്ടെ അപ്പാ. അപ്പൊ ഇനി നമുക്കുള്ളത് സഭ എത്രയും പെട്ടെന്ന് ഒരുങ്ങിക്കൊള്ളട്ടെ. നമ്മുടെ ഓരോ ദിവസവും നമുക്കിനി അധികം സമയമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ മാറ്റി നമുക്ക് ആ ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കമുള്ളവരായി തീരട്ടെ അപ്പ. അതിനുവേണ്ടി നമ്മൾ ഒരിക്കൽ കൂടെ അങ്ങയുടെ സന്നിധി വരുന്നു. അങ്ങയുടെ വചനം നമ്മൾ ഓരോരുത്തരോടും സംസാരിച്ചിരിക്കൽ താങ്ക് യു ഫാദർ. ഇനിയും അങ്ങയുടെ സാന്നിധ്യം നമ്മുടെ കൂടെ ഇരിക്കണമേ അപ്പ. എല്ലാം അങ്ങയുടെ കരുതൽ തരുന്നു യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ.